بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സകലതും അല്ലാഹുവിനുള്ളതാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ഫീഹിൻ. ആകാശങ്ങളുടെ ഉടമസ്ഥൻ, അതിന്റെ ഉടമ അല്ലാഹുവാണ്. ഉടമസ്ഥാവകാശം അല്ലാഹു തആലക്കാണ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വമാ ഫീഹിൻ. ഭൂമിയുടെയും ഉടമസ്ഥതാവകാശം അല്ലാഹു തആലക്കാണ്. ആകാശ ഭൂമികൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. വേറൊരു കാര്യം, ഈ ഭൂമി എന്നത് കച്ചവടച്ചരക്കല്ല, വിൽക്കാനും മാറാനുള്ളതല്ല ഭൂമി. കച്ചവടച്ചരക്കായിട്ട് കണക്കാക്കാൻ സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലേ ഭൂമിയുള്ളവരൊക്കെ. 100 ഏക്കർ 1000 ഏക്കർ സക്കാത്ത് കൊടുക്കാൻ മെനക്കെട്ടെ. ഇപ്പൊ കച്ചവട ചരക്കായി, അതോടുകൂടി മുസീബത്തുമായി ഭൂമിയിൽ. ഭൂമിയെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു തആല പറഞ്ഞത് വിരിപ്പ്, ഫിറാശ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. അതേപോലെ തന്നെ തൊട്ടില്. ഭൂമി വിരിപ്പാണ്, ഭൂമി തൊട്ടിലാണ്. അതെപ്പോഴാണ് വിൽപ്പന ചരക്കായി മാറിയത്? ആരാണ്? റിയൽ എസ്റ്റേറ്റിന്റെ ഒക്കെ ആൾക്കാർ. ഇതൊക്കെ പുതിയ സംവിധാനങ്ങളാണ്. ഭൂമിയെ പറ്റി ഒരുപാട് മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു തആല പറഞ്ഞ വാക്ക് മനോഹരമാണ്. ഒരു വിരിപ്പാണ്. ആ ഭൂമി കഷ്ടതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കേന്ദ്രമാക്കിയത് ആരാണ്? ആരാണ് ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കിയത്? ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ഭൂമിയെ പറ്റി അല്ലാഹു തആല മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുത്തത് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഭൂമിയിലുണ്ട്, തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടും ഭൂമിയിലുണ്ട്. ഭൂമി അതിനുള്ളതാണ്.
ആകാശലോകത്തിലെ താമസം മാറ്റി സ്വർഗലോകത്തിലെയും ആകാശലോകത്തെ താമസം മാറ്റി താമസം തീർന്ന് ഭൂമിയിലേക്ക് താമസം മാറ്റിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിലേ പറഞ്ഞ വിഷയം അതാണ്. ഇഹ്ബിതു ഫിൽ അർദ് ലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോ, ഇനി ഭൂമിയിൽ താമസിക്കണം. അടുത്ത ജോലി ഭൂമിയിലാണ്. ലക്കും ഫിൽ അർദി മുസ്തഖറുൻ, താമസിക്കാനുള്ള സൗകര്യം ഭൂമിയിൽ ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്താവും തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യനതിനെ തേടി പിടിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമസ്ഥാധികാരം പോലെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. മാലിക് അല്ലാഹുവാണ്, ഖാലിഖ് അല്ലാഹുവാണ്, മുദബ്ബിർ അല്ലാഹുവാണ്. അല്ലാഹുവിനാണ് ഉടമസ്ഥതാവകാശം. അതുകൊണ്ട് തന്നെ നിർമ്മാണാധികാരം അല്ലാഹു തആലക്കാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണാധികാരവും അല്ലാഹുക്കാണ്. ആരാണോ ഉടമസ്ഥൻ അവനിക്കാണ് നിർമ്മിക്കാനുള്ള അധികാരം. ആരാണോ നിർമ്മിച്ചത് അവനിക്കാണ് നിയന്ത്രിക്കാനുള്ള അധികാരം. എന്തായിരിക്കും സംശയക്കാര്യത്തിൽ? ഇത് മൂന്നും അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുന്നതാണ് റുബൂബിയ്യത്തിലുള്ള തൗഹീദ്. തൗഹീദ് റുബൂബിയ്യ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് റുബൂബിയ്യത്തിലുള്ള ഈമാൻ. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ റുബൂബിയ്യത്തിലുള്ള തൗഹീദായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയാണ് മനുഷ്യന്റെ പരീക്ഷണശാലയാക്കി നിശ്ചയിച്ചത്. ഫീഹാ തഹയ്യൻ വഫീഹാ തമൂത്തുൻ വമിൻഹാ തുഖ്റജൂൻ. ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്. ഭൂമിയിൽ നിന്നൊരു ദിവസം നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഒരു ദിവസം പുറത്തു കൊണ്ടുവരും. അന്നാണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ആ തീരുമാനം എന്താണോ അത് ഈ ഭൂമിയിൽ നിങ്ങൾ അധിവസിച്ച കാലഘട്ടം എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും. അതിനാണ് ഭൂമി തിരഞ്ഞെടുത്തത് അല്ലാഹു തആല. ഭൂമിയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ പാർപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സൽക്കർമ്മത്തിന് പ്രതിഫലമായിട്ടല്ല. സൽക്കർമ്മം തുടങ്ങിയിട്ടില്ലല്ലോ. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ ആദമും ഹവ്വാവും. ഇസ്ലാമിക ശരീഅത്ത് ഭൂമിക്ക് മാത്രം ബാധകമായ വിഷയമല്ലേ? ഇന്നലകളുടെ ജീവിതം ശരീഅത്ത് ബാധകമാണ്. നാളുകളുടെ ജീവിതം ബർസഖ് മുതൽ അങ്ങോട്ട് ശരീഅത്ത് ബാധകമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഖിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കണം. ഭൂമിയിൽ മാത്രമല്ലേ ശരീഅത്ത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ശരീഅത്തനുസരിച്ചാണോ ജീവിക്കുന്നത്? ഈസ ശരീഅത്തനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് പോയിട്ട് ജീവിക്കുക അവിടെ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. നിശ്ചയിക്കപ്പെട്ട സമയം ജീവിച്ച് തീർക്കാൻ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. കാരണം ശരീഅത്ത് ബാധകമാകുന്നത് ഭൂമിയിലാണ്, ഭൂമിക്ക് ജീവിക്കുന്ന മനുഷ്യർക്കാണ്. അതുകൊണ്ട് ബർസഖി കാലഘട്ടവുമായിട്ട് ശരീഅത്തിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. മൂസാ നബി നിസ്കരിക്കുന്നില്ലേ പിന്നെന്താ ചോദിക്കുന്നതിനൊക്കെ ചെയ്യും. മൂസാ നബി നിസ്കരിക്കുന്നില്ലേ പിന്നെന്താ മൂസാ നബിയോട് ചോദിക്കുന്നതിന്? ബർസഖിയായ നിസ്കാരം നമ്മളതിനെപ്പറ്റി ആലോചിക്കേണ്ടിയില്ല. ആ നിസ്കാരത്തിന് ഉടും കുളിയൊക്കെ ഷർട്ടും പുറത്തൊക്കെയാണെന്ന് അതിൽ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ബർസഖി ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ്, വിശ്രമിക്കാനുള്ളതാണ്, റെസ്റ്റ് എടുക്കാനുള്ളതാണ്. ഖിയാമത്ത് നാൾ വരെ 4 മേഖലകളാണ് മനുഷ്യ ജീവിതത്തിന് അല്ലാഹു തആല ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. ആലമുൽ അർവാഹ്, ഒന്നാം ഘട്ടം. അർവാഹുകളെ നിർമ്മിച്ച് അതിന് തർബിയത്ത് കൊടുത്ത് കഴിച്ചു കൂട്ടിയ കാലം. രണ്ടാമത്തത് ആലമുദ് ദുനിയ, ഈ ദുനിയാവിൽ ജീവിച്ച് തീർക്കേണ്ട കാലം. മൂന്നാമത്തത് ആലമുൽ ബർസഖ്, മരണം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലം. നാലാമത്തത് ആഖിറ, ആലമുൽ ആഖിറ, ഖിയാമത്ത് നാൾ മുതൽ അറ്റമില്ലാത്ത കാലം. ഒന്നാം ഘട്ടം അർവാഹിൻ്റേത്, രണ്ടാം ഘട്ടം ദുനിയാവിൻ്റേത്, മൂന്നാം ഘട്ടം ബർസഖിൻ്റേത്, നാലാം ഘട്ടം ആഖിറത്തിൻ്റെ. ജനനം എന്നത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കമല്ല. അതുകൊണ്ട് തന്നെ മരണം എന്നത് മനുഷ്യന്റെ സൃഷ്ടിയുടെ അവസാനവുമല്ല. തുടക്കമല്ലെങ്കിൽ പിന്നെ അവസാനം എന്ന് പറയുന്നതിന് പ്രസക്തിയില്ലല്ലോ. ജനനം എന്നത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കമാണ്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ടം തുടങ്ങുന്നതിനാണ് ജനനം എന്ന് പറയുന്നത്.
മരണം എന്ന് പറഞ്ഞാലോ 2ാം ഘട്ടം പൂർത്തിയാക്കി 3ാം ഘട്ടം തുടങ്ങുന്നതിൻ്റെ പേരാണ് മരണം. ആഖിറ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാലോ 3ാം ഘട്ടം പൂർത്തിയാക്കി 4ാം ഘട്ടം തുടങ്ങുന്നതിൻ്റെ പേരാണ് ഖിയാമത്ത്. ഒന്നൊന്നിൽ നിന്ന് മാറുകയാണ്. ആലമുൽ അർവാഹിനെ അല്ലാഹു തആല ആലമുൽ അർഹാമുമായിട്ട് ബന്ധിപ്പിച്ചു. അർഹാം ഗർഭാശയ ലോകം, അതൊരു ലോകമാണ്. 1ാം ഘട്ടം ആദം ഹവ്വ ദമ്പതിമാർക്ക് ആകാശം ഏത് രീതിയിൽ 1ാം ഘട്ടമാണോ അതേപോലെ ആദം ഹവ്വ ദമ്പതിമാരുടെ മക്കളായ മനുഷ്യർക്ക് ഗർഭാശയം, ഉമ്മാന്റെ ഗർഭാശയം ജീവിതത്തിന്റെ 1ാം ഘട്ടമാണ്. ആദം ഹവ്വ ദമ്പതിമാർക്ക് ആകാശത്തിൽ ഉള്ള തീരുമാന നടപടിക്രമങ്ങളാണ് ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ആദം ഹവ്വ ദമ്പതിമാര് ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നു. ബാക്കിയുള്ള മനുഷ്യർ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. സുമ്മ നുഖ്രിജുക്കും തിഫ്ല. 1ാം ഘട്ടം പൂർത്തിയാകുന്ന മുറക്ക് അല്ലാഹു തആല ജീവൻ തുടങ്ങുകയാണ്. അപ്പൊ അർഹാമിന്റെ ലോകത്തിൽ നിന്ന് മരണം വരെയുള്ള കാലഘട്ടം, അർഹാമിന്റെ ലോകത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്നതിന്റെ പേരാണ് ജനനം. അപ്പോൾ 1ാം ഘട്ടം പൂർത്തിയാക്കി 2ാം ഘട്ടം തുടങ്ങുന്നതിന്റെ പേരാണ് ജനനം. നമ്മൾ സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ദിവസത്തെ പറ്റിയാ പറയുക? ഉമ്മ പ്രസവിച്ച ദിവസത്തെ പറ്റിയാണോ അതോ ഉമ്മ ഗർഭിണിയായ ദിവസത്തെ പറ്റിയാണോ? പ്രസവിച്ച ദിവസത്തെ പറ്റിയല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പ്രസവിക്കുന്നതിന് മുമ്പ് 8 or 9 മാസം ഉമ്മാന്റെ ഗർഭാശയത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ 9 മാസം ഇന്നലെയാണോ അതോ ഇന്നാണോ? ഇന്നലെയിൽപ്പെട്ടതാണോ അതോ ഇന്നിൽപ്പെട്ടതാണോ? ഇന്നിൽപ്പെട്ടതാണെങ്കിൽ ജന്മത്തീയതി ഗർഭം ധരിച്ച ദിവസമാണ്ടേ, നല്ല ഇന്നാവുള്ളൂ. പ്രസവിച്ച ദിവസമാണ് ജന്മത്തീയതി എങ്കിൽ അതിൻ്റെ അപ്പുറത്താണ് മറ്റേന്നല്ല മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഇന്നലെയാണ്. മനുഷ്യർക്ക് ഇന്നലെ ഉണ്ടെങ്കിൽ നാളെ ഉറപ്പല്ലേ? അപ്പൊ ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാൾ, അത്ര ആലോചിച്ചു. ഇന്നലെ ഗർഭാശയത്തിൽ, ഇന്ന് ഭൂമിയിൽ, നാളെ ഖബറിൽ, മറ്റന്നാളെ മഹ്ശറിൽ. നാളത്തേക്ക് എന്താണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടാകുന്ന അല്ലാഹു തആല അത് നബൈതു സൗമ ഗദിൻ എന്ന് പറയില്ലേ, അല്ല നാളത്തെ നോമ്പ്. നാളത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം നീട്ടുള്ള നോമ്പ് എന്നർത്ഥം. നാളെ രാവിലെ മുതൽ നോമ്പായില്ലേ? അത്ര അടുത്താണ് ആലമുൽ ബർസഖും ആലമുൽ ആഖിറയും. നാളെ എന്ന് പറയാം, നാളെയും മറ്റന്നാൾ. ഇന്നലെ കഴിഞ്ഞു, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ഖബറിൽ, മറ്റന്നാൾ മഹ്ശറിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള വസ്തുക്കളെ ആ രീതിയിലാണ് തർത്തീബാക്കിയിരിക്കുന്നത്. ഭൂമിയെ അല്ലാഹു തആല നിയന്ത്രിക്കുന്നത് അതിന് പല രീതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ അല്ലാഹുവിന്റെ സംവിധാനത്തെ സംബന്ധിച്ച് പഠിക്കാനുള്ളതാണ്. ദുരന്തങ്ങളൊന്നും യാദൃച്ഛികമല്ല. അല്ലാഹുവിന്റെ ദർബാറിൽ ദുരന്തങ്ങൾ യാദൃച്ഛികമല്ല. അത് തികച്ചും മനുഷ്യന്റെ തർബീയത്തിനുള്ളതാണ്. ദുരന്തങ്ങൾ യാദൃച്ഛികമല്ല, മനുഷ്യന്റെ തർബീയത്തിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങൾക്ക് 2 മുഖങ്ങൾ വെച്ചിട്ടുണ്ട്, 2 ഭാഗം. ഒന്ന് അതിൻ്റെ ഇൻസാനിയത്തിന്റെ ഭാഗം, രണ്ടാമത്തത് അതിൻ്റെ ഇസ്ലാമിയത്തിന്റെ ഭാഗം. ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമുക്ക് 2ആയി ഭാഗിക്കാം. ഒന്ന് അതിൻ്റെ കൗനിയായ വശം, മറ്റേത് അതിൻ്റെ ശറഈയായ വശം. അങ്ങനെ എഴുതിത്തള്ളാൻ പത്രക്കാർക്കും TV-ക്കാർക്കും എഴുതിത്തള്ളാൻ പ്രസംഗിച്ചള്ളാനുള്ളതല്ല ദുരന്തങ്ങൾ. ദുരന്തങ്ങളുടെ പിറകിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൻ്റെ കൗനിയായ വിഷയം എന്താണ്? കൗനിയ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിഷയം. സാങ്കേതിക വിഷയം ഇൻസാനിയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശറഈയായ വിഷയം ഇസ്ലാമിയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാം സാങ്കേതികത്വം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ, ഉലമാക്കളടക്കം. അതിൻ്റെ ശറഈ ചർച്ച ചെയ്യാറില്ല. കാരണം ദുരന്തങ്ങൾ യാദൃച്ഛികമല്ല, അത് മനഃപൂർവ്വമാണ്, അള്ളാഹുവിൻ്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ തദ്ബീറിൽപ്പെട്ടതാണ് എന്ന് അംഗീകരിച്ചു കൊടുത്തെങ്കിലേ പറ്റൂ, കൊടുത്താലേ പറ്റുള്ളൂ. അതിൻ്റെ കൗനിയായ വശം എന്താണ്? ദുരന്തം നടന്നതിന് ശേഷം അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് അതിൻ്റെ കൗനിയായ വശം.
ദുരന്തം നടന്നതിന് ശേഷം ചിലപ്പോൾ ഭൂകമ്പമാവാം, ചിലപ്പോൾ വെള്ളപ്പൊക്കമാവാം, ചിലപ്പോൾ കൊടുങ്കാറ്റാവാം. ഇതൊക്കെ അള്ളാഹുവിന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബ അസ്വാബൽ അദാബു മൻ കാന ഫീഹിം സുമ്മ ബുഇസു അലാ അഅമാലിഹിം. എന്താ അർത്ഥം? ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിൽ ശിക്ഷ ഇറക്കിയാൽ, ഇദാ അൻസലല്ലാഹ്, അൻസല എന്നത് ഇറക്കുക, ഇദാ അൻസലല്ലാഹു, അല്ലാഹു തആല ഇറക്കിയാൽ ബിഖൗമിൻ ഒരു സമൂഹത്തിൽ അദാബ ശിക്ഷ ഇറക്കിയാൽ അസ്വാബൽ അദാബു മൻ കാന ഫീഹിം, ആ നാട്ടിലുള്ളവർക്ക് മുഴുവനും ആ ശിക്ഷ ബാധകമായിരിക്കും. അസാബ എന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. മൻകാന ഫീഹിം, ആ സമൂഹത്തിലുള്ളവർ മുഴുവൻ. അവിടെ പിന്നെ നിസ്കരിക്കുന്നവനാണ്, നിസ്കരിക്കാത്തവനാണ്, വഹീദാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുഅ്മിനാണ് എന്നൊക്കെ ഒരു പരിഗണന ഉണ്ടാവില്ല. സുമ്മ ബുഇസു അലാ അഅമാലിഹിം, സുമ്മ ബുഇസു, പിന്നെ പുനരുദ്ധരിക്കപ്പെടുന്നതാ. എന്താണ് സുമ്മ ബുഇസു? പിന്നെ പുനരുദ്ധരിക്കപ്പെടുന്നതാ. സുമ്മ ബുഇസു അലാ അഅമാലിഹിം, ഈ ഭൂമിയിൽ അവർ എങ്ങനെയാണ് ജീവിച്ചത് എന്ന പരിഗണന വെച്ചുകൊണ്ടായിരിക്കും പുനരുദ്ധാരണം ഉണ്ടാകുക. ആ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ പുനരുദ്ധാരണം ഈമാനെയും അഅമാലിനെയും വെച്ചുകൊണ്ടായിരിക്കും. അഥവാ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും പുനരുദ്ധാരണം ഉണ്ടാകുക. ജീവിച്ചിരിക്കുന്നവർക്കുള്ള പുനരുദ്ധാരണം അസ്ബാബുകളെ വെച്ചുകൊണ്ടാണ്, മരിച്ചവർക്കുള്ള പുനരുദ്ധാരണം അഅമാലുകളെ വെച്ചുകൊണ്ടാണ്. മനസ്സിലാവുന്നില്ല പറയുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക്, അഥവാ ദുരന്തത്തിൽ മരിക്കാതെ ബാക്കിയായവർ, ദുരന്തത്തിൽ വെള്ളപ്പൊക്കത്തിൽ മരിക്കാതെ ബാക്കിയായവർ, ഭൂകമ്പത്തിൽ മരിക്കാതെ ബാക്കിയായവർ, അവർക്കുണ്ട് ഒരു പുനരുദ്ധാരണം. ആ പുനരുദ്ധാരണം അസ്ബാബുകളുമായി ബന്ധപ്പെട്ടതാണ്, വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. വസ്തുക്കളുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണത്തെ അല്ലാഹു തആല ശർഈയാക്കിയില്ല, കൗനിയാക്കി. അതെല്ലാവർക്കും ബാധകമാണ്. ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ജൂതനായാലും ശരി, നിരീശ്വരവാദിയായാലും ഭൗതികവാദിയായാലും ആരായാലും ശരി, ഭൗതികമായ കൗനിയായ പുനരുദ്ധാരണം എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. അവിടെ അല്ലാഹു തആല ആദർശം പരിഗണിക്കുന്നില്ല. ഒരു വെള്ളപ്പൊക്കത്തിൽ, ഒരു ഭൂകമ്പത്തിൽ കുറേ വീടുകൾ നശിച്ചു, ആ വീടിൽ മുസ്ലിമിൻ്റെ വീട് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം, മറ്റുള്ളവർക്കൊന്നും വീട് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വീട് മാത്രം നോക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ വീട്, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ദുരന്തത്തിന് ശേഷം പുനരുദ്ധാരണം മനുഷ്യർക്ക് മുഴുവനും ആമായ പുനരുദ്ധാരണമാണ്. പുരയില്ലാത്തവർക്കെല്ലാം പോരാ, വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട്, കൂട് നഷ്ടപ്പെട്ടവർക്കെല്ലാം കൂടും. അവിടെ പിന്നെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവിടെ ഇൻസാനിയത്തിനാണ് അല്ലാഹു തആല പരിഗണിക്കുക. മരിച്ചുപോയവരെ അല്ലാഹു തആല പരിഗണിക്കുക അവരുടെ അഅമാലിനെ, ആദർശത്തെ നോക്കിയിട്ട് അല്ലാഹു തആല പരിഗണന കൊടുക്കുകയുള്ളൂ. ദുരന്തത്തിൽ മരിച്ചുപോയവർ കൊടിയ മുശ്രിക്കുകളും മറ്റുമാണെങ്കിൽ ദുരന്തത്തിൽ മരിച്ചു എന്നതിൻ്റെ പേരിൽ വല്ലാഹി ഒരു പരിഗണനയും നാളെ ആഖിറത്തിൽ കിട്ടുകയില്ല. മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ നഷ്ടപ്പെടുന്ന സമയത്ത് അവൻ മുഅ്മിനായിരുന്നോ അതോ മുശ്രിക്കായിരുന്നോ, ആ പരിഗണന വെച്ചുകൊണ്ട് മാത്രമേ അല്ലാഹു തആല നാളെ ആഖിറത്തിൽ സംവിധാനം ഒരുക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ഭാഗമാണ്. ഒന്ന് കൗലിയാണ്, മറ്റേത് ശർഈയാണ്. സാങ്കേതിക കാര്യങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ശർഈയായ വിഷയം, ഭൂമിയിൽ ഈമാനോടുകൂടി ജീവിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അവന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. രാവിനെ പകലാക്കുന്നതും പകലിനെ രാവാക്കുന്നതും ആകാശത്തെയും ഭൂമിയെയും അതിനതിൻ്റെതായ രീതിയിൽ ചലിപ്പിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും എല്ലാം അതിൻ്റെതായ രീതി എല്ലാം അള്ളാഹുവിൻ്റെ സ്വന്തം അധികാരത്തിലും കൺട്രോളിലും പെട്ടതാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നിക്ക് റിള അല്ലെങ്കിൽ സഖ്ത്. ഒന്നിക്ക് റിള അല്ലെങ്കിൽ സഖ്ത്, രണ്ടിൻ്റെ ഇടയിൽ ഒന്നുമില്ല. റിള എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ തൃപ്തി, അള്ളാഹിൻ്റെ പൊരുത്തം, അള്ളാഹിൻ്റെ സന്തോഷം. സഖ്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ദേഷ്യം, അള്ളാഹുവിൻ്റെ പക. ഇതിനിടയിൽ വല്ലതുണ്ടോ? ഇല്ല. എന്താണ് ശബലുകൾക്ക് ചോദിക്കാൻ പറ്റും? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ.
അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു റിളാക, നിന്റെ പൊരുത്തം, നിന്റെ സന്തോഷം, വൽ ജന്ന, സ്വർഗവും. അതെ, സന്തോഷത്തിന്റെ പര്യവസാനം സ്വർഗത്തിലാണ്. വഅഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, മിൻ സഖതിക, നിന്റെ വെറുപ്പിൽ നിന്ന്, നിന്റെ ദേഷ്യത്തിൽ നിന്ന്, വന്നാർ, ദേഷ്യത്തിന്റെ പര്യവസാനം നരകത്തിലാണ്, ആ നരകത്തിൽ നിന്ന്. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, റബ്ബനാ ലാ തുആഖിദിനാ ബിസൂഇ അഫ്ആലിനാ, اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ولا تقتلنا بغضبك يا رب العالمين. لا توكل دعاء. ഇതെല്ലാം ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ പോലും അല്ലാഹുവിന്റെ സംവിധാനങ്ങളെ മറക്കുന്നു. അതെ, ദുആ മാമൂൽവൽക്കരിക്കപ്പെട്ടു പോയി. അല്ലാഹുവും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആയില്ല ദുആ. ദുആ കാണാതെ പഠിച്ചിട്ട് ആർക്കോ വേണ്ടി ചൊല്ലിത്തീർക്കുന്നതായി പോയി. ദുആ എന്നത് ദൈനംദിന ജീവിതത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുവാനുള്ള സംവിധാനമാണ് ദുആ. അത് മാമൂലായി ദുആ സമ്മേളനങ്ങളായി മാറി, കാണാതെ പഠിച്ചിട്ട് ചൊല്ലുന്നതായി മാറി, ജോലിക്ക് വേണ്ടി പഠിക്കലായി മാറി ദുആ. റബ്ബനാ ലാ തുആഖിദിനാ ബിസൂഇ അഫ്ആലിനാ, ഞാൻ ചെയ്ത ചെയ്തികൾ മോശമായി എന്നതുകൊണ്ട് നീ എന്നെ പിടികൂടിയേക്കല്ലേ അല്ലാഹുവേ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്ത് പിടികൂടെ? ലാ തുആഖിദിനാ ബിസൂഇ അഫ്ആലിനാ, അല്ലാഹുമ്മ ലാ തുആഖിദിനാ ബിസൂഇ അഫ്ആലിനാ വലാ തുഹ്ലിക്നാ ബിഖത്തായാനാ. എൻ്റെ തെറ്റുകൾ വർദ്ധിക്കുന്ന സമയത്ത് നീ എന്നെ നശിപ്പിച്ചേക്കല്ലേ അല്ലാഹ്, എന്നെ നീ ഹലാക്കാക്കിക്കല്ലേ അല്ലാഹ്. എൻ്റെ തെറ്റുകളെ വെച്ചുകൊണ്ട്, ഞാൻ ചെയ്യുന്ന ദുർമാർഗത്തെ വെച്ചുകൊണ്ട്, ഖത്തായ പാപങ്ങളെ വെച്ചുകൊണ്ട് നീ എന്നെ നശിപ്പിച്ചേക്കല്ലേ അല്ലാഹ്. വലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുനാ, അല്ലേ? ഞങ്ങളോട് കരുണ കാണിക്കാതെ ഭരണാധികാരികളെ ഞങ്ങളെ നാട് ഭരിക്കാൻ നീ ആക്കല്ലേ അല്ലാഹ്. ലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ രാജ്യത്തിന്റെ ഭരണം നീ കൊടുക്കല്ലേ അല്ലാഹ്. ഫറോവമാരുടെ കയ്യിൽ, ഫാസിസ്റ്റുകളുടെ കയ്യിൽ, സയനിസ്റ്റുകളുടെ കയ്യിൽ. നിരന്തരം അല്ലാഹുവിനോട് പറയേണ്ട വാക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയേണ്ടതല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയേണ്ടത്. ഗർഭിണിയായി 4 മാസം കഴിഞ്ഞിട്ടാണ് സദയത്ത് വാച്ച കണക്കൊരു ആൺകുഞ്ഞിന് ആവശ്യമുണ്ട്. ആൺകുഞ്ഞിന് തീരുമാനം നേരത്തെ വന്നില്ലേ, 4 മാസം കഴിഞ്ഞിട്ട് ആൺകുഞ്ഞാകലില്ല. തുടക്കത്തിൽ തന്നെ പറയേണ്ട അല്ലാഹ്. ലാ തുസല്ലിതു അലൈനാ, ഞങ്ങളുടെ മേൽ നീ ഭരണം അധികാരിയാക്കല്ലേ അല്ലാഹുവേ. മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കൃപയും കരുണയും കാണിക്കാത്ത, ദയ കാണിക്കാത്ത ഫറോവമാരുടെ കയ്യിൽ. സമൂഹം മുഴുവനും മരിച്ചു തീർന്നാലും ഫറോവമാർക്കൊരു കുലുക്കം ഉണ്ടാവില്ല. ഒരുങ്ങിയിട്ടില്ല. 10,000-ലധികം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു ഫിറോന്റെ പട്ടാളം അന്ന്. ഇന്നും രാജ്യങ്ങളിൽ മനുഷ്യൻ ദുരന്തങ്ങളിലൂടെ മരിച്ചു തീരുന്നു. ഫറോവമാർക്ക് കുലുക്കമില്ല, അനക്കമില്ല. ഫറോവമാർക്ക് ഏത് രീതിയിൽ മരിച്ചൊടുങ്ങിയാലും കൃപയില്ലാത്ത ഫറോവമാരെയല്ല രാജ്യത്തിന് ആവശ്യം. മറിച്ച് ബനു ഇസ്രായേൽ സന്തതികളെ, കടൽ തൊഴിലാളികളെ, മീൻ പിടിച്ച് ജീവിക്കുന്നവരെ ചേർത്ത് നിർത്തിയ മൂസ നബിയാണ് നമുക്ക് ആവശ്യം. ഇസ്രായേലിയരെ കൊന്നൊടുക്കി അതിലൊരു ഖേദവും കൃപയും കാണിക്കാത്ത ഫറോവമാരല്ല രാജ്യത്തിന് ആവശ്യം. അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് അവരോടൊപ്പം അവർ കഴിക്കുന്ന മീനും തിന്നിട്ട് അവരുടെ കൂരകളിൽ താമസിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ലോകത്തിന് ആവശ്യം. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് അല്ലാഹു തആല. തികച്ചും രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയ സംവിധാനം, സാമ്പത്തിക സംവിധാനം, സാമൂഹ്യ സംവിധാനം ഓരോ നബിമാരുടെ കാലഘട്ടത്തിൽ ഓരോന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംവിധാനമായിരുന്നില്ല ഹൂദ് നബിന്റെ കാലം. ആ സംവിധാനമായിരുന്നില്ല സ്വാലിഹ് നബിന്റെ കാലം. ആ സംവിധാനമായിരുന്നില്ല ഇബ്രാഹിം നബിന്റെ കാലം. ആ സംവിധാനമായിരുന്നില്ല മൂസ നബിന്റെ കാലം. ആ സംവിധാനമായിരുന്നില്ല ഈസ നബിന്റെ കാലം. ഇതൊന്നും ആയിരുന്നില്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം.
وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ ചതുർമത സഖ്യമുണ്ടായി. റോമിലെ ക്രിസ്ത്യാനിയും പേർഷ്യയിലെ മജൂസിയും ഖൈബറിലെ ജൂതനും മക്കയിലെ മുശ്രിക്കും എല്ലാവരും കൂടി ചതുർമത സഖ്യമുണ്ടാക്കി. അഹ്സാബ് സഖ്യസേന. ജൂതന്മാരായിരുന്നു ഒരു തുടക്കം കുറിച്ചത്. കരാർ ലംഘിച്ചത് അവരായിരുന്നു. കരാർ ലംഘിച്ച് ഈ നാടുകളിലെല്ലാം ചെന്ന് മുഹമ്മദ് മുസ്തഫക്കെതിരെ പടയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ജൂതൻ നേതാക്കന്മാരായിരുന്നു. പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് സഖ്യസേന അഷ്റഫുൽ ഖൽക്കിനെയും സഹാബത്തിനെയും ഇല്ലാതാക്കി കളയാൻ വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സഹാബാക്കളാകെ പേടിച്ചു. എല്ലാവരും വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പരാതി പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് വരികയാണ് നബിയെ, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, നമ്മൾ ചെറിയ ന്യൂനപക്ഷമല്ലേ നബിയെ? അഷ്റഫുൽ ഖൽക്കിന് ഇവരോട് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇവരെന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക? നബിതങ്ങളെ സ്വന്തം ഇന്നത്തെ രാഷ്ട്രീയക്കാരെ മാതിരി നബിതങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുമോ? നബിതങ്ങളെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒന്നുമില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുക. അള്ളാഹു പറയണ്ടേ സമാധാനത്തിലുള്ള വാക്കുകൾ? അള്ളാഹു പറഞ്ഞു കൊടുക്കണ്ടേ? അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിനെ അറിയിച്ചു, അലം തറ, ഓ മുഹമ്മദ് നബി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തേ അറിയാത്തത്? അലം തറ, നിങ്ങൾ എന്തേ അറിയാത്തത്? കൈഫ ഫഅല റബ്ബുക, നിങ്ങളുടെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? ബിഅസ്ഹാബിൽ ബിആദ് ഇറമദാത്തിൽ ഇമാദ്, അത്യുഗ്രങ്ങളായ സ്തൂപങ്ങൾ, തൂണുകൾ പണിത് ആ തൂണിന്റെ ചോട്ടിൽ പട്ടാളക്കാരുടെ ക്യാമ്പുകൾ ഉണ്ടാക്കി ഹൂദ് നബിയെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും നശിപ്പിച്ചു കളയാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ആദിന്റെ സാമ്രാജ്യത്വ ശേഷികളെ നിങ്ങൾ റബ്ബ് കൈകാര്യം ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല മുഹമ്മദ് നബിയെ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചതുർമത സഖ്യം കണ്ട് പേടിക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ വർത്തമാന കാലഘട്ടത്തിലെ ചതുർമത സഖ്യം കണ്ട് പേടിക്കുന്നത്? അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി, റഷ്യൻ കമ്മ്യൂണിസം, ഇന്ത്യൻ ഫാസിസം, മിഡിൽ ഈസ്റ്റ് സെക്യുലറിസം, ഇതൊക്കെയാണല്ലോ ആധുനിക ലോകത്തിൻ്റെ കൂട്ടുകെട്ട് അല്ലേ? മിഡിൽ ഈസ്റ്റിനെ നയിക്കുന്നത് 100 നമ്പർ സെക്യുലറിസം. ഇന്ത്യയിലാവട്ടെ കടുത്ത ഹിറ്റ്ലറിയൻ ഫാസിസം. റഷ്യയിൽ മാർക്സ് കമ്മ്യൂണിസം, അമേരിക്കയിൽ ക്രിസ്ത്യാനിസം. എല്ലാവരും കൂടി സഖ്യസേനയുണ്ടാക്കി 1992 ശേഷം. എന്തുകൊണ്ടാണത്? 19-ാം നൂറ്റാണ്ട് തികച്ചും ചിന്തയുടെയും ബുദ്ധിയുടെയും നൂറ്റാണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും വലിയ ആദർശപരമായ ചർച്ചകൾ ലോകത്ത് നടന്നത്. സയനിസത്തിനെതിരിൽ, കമ്മ്യൂണിസത്തിനെതിരിൽ, റഷ്യൻ സാമ്രാജ്യത്വ സോഷ്യലിസ്റ്റ് വൽക്കരണത്തിനെതിരിൽ, അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് വൽക്കരണത്തിനെതിരിൽ. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളൊക്കെ പുറത്തിറങ്ങി. ഗ്രന്ഥങ്ങൾ, വലിയ വലിയ രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ ലോകത്ത് പുറത്തിറങ്ങിയത് ഈ 19-ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ സജീവതയുള്ള കാലഘട്ടം. ഇത് 21-ാം നൂറ്റാണ്ടാണ്. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തെത്തുമ്പോഴേക്കും ശിഥിലീകരണങ്ങൾ നടന്നു. ദീനുൽ ഇസ്ലാമിൻ്റെ തേരോട്ടം വളരെ ശക്തമായി നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടത്, സോവിയറ്റ് റഷ്യ പിരിച്ചുവിട്ടത്. എന്നിട്ട് അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റുകളുമായിട്ട് സഖ്യമുണ്ടാക്കി. ആ കൂട്ടത്തിൽ ജൂതന്മാരെയും കൂട്ടി, മിഡിൽ ഈസ്റ്റ് സെക്യുലറിസ്റ്റ്വാദികളെയും കൂട്ടി, എല്ലാവരും കൂടി സഖ്യസേനയുണ്ടാക്കി. 21-ാം നൂറ്റാണ്ടിൽ നാം കണ്ടത്, ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സഖ്യസേന ലോകത്ത് ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്ന രംഗമാണ്. പക്ഷേ ഇസ്ലാമാവട്ടെ അവരെല്ലാം തോൽപ്പിച്ച് മുന്നോട്ട് ഗമിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിർ. 21-ാം നൂറ്റാണ്ട് പ്രത്യേകത അതാണ്. 21-ാം നൂറ്റാണ്ട് തികച്ചും ഇസ്ലാമിൻ്റെതാണ്. കൂട്ടരെ,
ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട്. ഇസ്ലാമിൻ്റെതാണെങ്കിൽ മുസ്ലിമീങ്ങൾ കൊന്നൊടുക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഇസ്ലാമിൻ്റെതായതുകൊണ്ട്. 21-ാം നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതായതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ കൊന്നൊടുക്കപ്പെടുന്നത്. അല്ലെങ്കിൽ 19-20 നൂറ്റാണ്ട് കാലം ജീവിച്ചതുപോലെ 100-ാം നമ്പർ സെക്യുലറിസ്റ്റുകളായിട്ട് മുസ്ലിമീങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദേശീയവാദികളുടെ പിറകിൽ വെറും ചട്ടുകും പേറി ജീവിക്കാമായിരുന്നില്ലേ? 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം തികച്ചും ദീനുൽ ഇസ്ലാമിന്റെ ചിന്തയായിരുന്നു ലോകത്തെ നയിച്ചത് എന്നതിന് തെളിവല്ലേ? ഭൂലോകത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം ദീനുൽ ഇസ്ലാമിനെതിരായി വളരെ ശക്തിയാണ്. ആ ദീനുൽ ഇസ്ലാമിനെതിരായിട്ട് അവർ ആദ്യം ഉപയോഗിച്ചത് മുസ്ലിമീങ്ങളെ തന്നെയാണ്. മറ്റവരെ രംഗത്തിറങ്ങിയില്ല. മുസ്ലിമിനെ ഉപയോഗിച്ച് ഇസ്ലാമിനെ കൊല്ലുക എന്നുള്ളതാണ് 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ നടപടിക്രമം പടിഞ്ഞാറിന്റെ. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നു അല്ലാഹു തആല ഈ സഖ്യസേനയെ കണ്ടിട്ട്. ഈ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സെക്യുലറിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് സഖ്യം കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നത് എന്തിനാ? ഈ സഖ്യങ്ങളെല്ലാം മാലിന്റെയും മുൽക്കിന്റെയും നേതാക്കളാണ്. അധികാരത്തിന്റെയും പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സമ്പത്തിന്റെയും. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അല്ലാഹു തആല മുസ്ലിങ്ങളോട് ചോദിക്കുന്നു, മുഹമ്മദി ഉമ്മത്തോട്. അതേ അഷ്റഫുൽ ഖൽഖിനോട് അന്ന് ചോദിച്ചതുപോലെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സാമ്രാജ്യത്വ ശക്തികളെ നിങ്ങളുടെ റബ്ബ് കൈകാര്യം ചെയ്ത വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇറമ ദാത്തിൽ ഇമാം, ഇറമ ശക്തികളെ, ആദിന്റെയും ഇറമിന്റെയും കോട്ട കൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ മുഹമ്മദ് നബിയെ ഞാൻ? فأما عاد فأهلكوا بريح صرصر عاتية سخرها 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. الله أكبر. മരിച്ചു വീഴുകയായിരുന്നില്ല നബിയെ? ഈത്തപ്പനയുടെ വലിയ വലിയ വൻ മരങ്ങൾ പൊരിഞ്ഞു വീണത് പോലെ ആയിരുന്നില്ലേ ആദിന്റെ കാലഘട്ടത്തിൽ കൊടുങ്കാറ്റിൽ സമൂഹം മരിച്ചു വീണത്? ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹൽ തറാ ഫീ വ ലഹും മിൻ ബാഖിയ. ഒറ്റ ഒന്നെങ്കിലും ബാക്കിയായോ നബിയെ? ഒരാളെ പോലും ബാക്കിയാക്കാത്ത രീതിയിൽ ഞാൻ തകിട് പൊടിയാക്കിയില്ലേ നബിയെ അവരെ? ഖുർആൻ. എന്തിനാണ് നിങ്ങൾ ഈ സഖ്യസേനയെ കണ്ടിട്ട് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കും നബിയെ. ഭയങ്കരമായ പാറകൾ വെട്ടിത്തുരന്ന് അതിൻ്റെ ഉള്ളിൽ ഗുഹകൾ ഉണ്ടാക്കി, ആ ഗുഹക്കകത്ത് കോട്ടകൾ കെട്ടി, ആ കോട്ടക്കകത്ത് പട്ടാളത്തെ വിന്യസിപ്പിച്ച് ഹൂദ് നബിയെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും നശിപ്പിച്ചില്ലാതാക്കി തീർക്കാൻ വേണ്ടി മെനക്കെട്ട സമൂദിന്റെ ശക്തികളെ ഞാൻ കൈകാര്യം ചെയ്തില്ലേ മുഹമ്മദ് നബിയെ? പിന്നെ എന്തിനാ നിങ്ങൾ ഈ സഖ്യസേന കണ്ടിട്ട് പേടിക്കണത്? നൈൽ നദിയുടെയും ചെങ്കടലിന്റെയും തീരത്ത് പിരമിഡുകൾ പണിതു. പിരമിഡുകൾ പണിതു. ഈജിപ്തിലെ പിരമിഡുകളുടെ ചരിത്രം അതാണ്. ഫറോവ സാമ്രാജ്യത്വ ശക്തികൾ രാഷ്ട്രീയാധിപത്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് പിരമിഡുകൾ ഉണ്ടാക്കിയത് നൈൽ നദിയുടെ തീരത്ത്. ആ പിരമിഡുകൾക്ക് ചുറ്റും പട്ടാളത്തെ വിന്യസിപ്പിച്ച് മൂസ നബിയെയും ഇസ്രായേലി ന്യൂനപക്ഷത്തെയും നശിപ്പിച്ചില്ലാതാക്കാൻ മെനക്കെട്ട ഫിറഔൻ, അവനെയും ഞാൻ കൈകാര്യം ചെയ്തില്ലേ നബിയെ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ വിഷയം? രാജ്യമായ രാജ്യങ്ങൾ മുഴുവനും അരാജകത്വം സൃഷ്ടിച്ചത് ഫറോവ രാഷ്ട്രീയമാണ്. കലാപങ്ങൾ സൃഷ്ടിച്ചതും ഫറോവ രാഷ്ട്രീയമാണ്. കലാപം. കെട്ടുകെട്ടുത്ത ശിക്ഷയുടെ കവഞ്ചി ഫിറഔന്റെ പെരടിയുടെ മേൽ നാം ഇറക്കിയില്ലേ നബിയെ? ഇറക്കിയില്ലേ? ശിക്ഷയിൽ പൊതിഞ്ഞില്ലേ ഞാൻ അവനെ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാ കാലഘട്ടത്തിലേക്കും പറഞ്ഞു അല്ലാഹു തആല. രാഷ്ട്രീയ ശക്തികളെ മുഴുവനും മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ന റബ്ബ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലബിൽ മിർസാദ്, പതിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? എൻ്റെ ഒത്തിരി ഇരുന്നിട്ടിങ്ങനെ ശത്രുപക്ഷത്തെ നോക്കുന്ന ഇപ്പം അല്ലേ ബൈനോക്കുളറൊക്കെ?
നിന്റെ റബ്ബ് മിർസാദാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പതിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവനൊക്കെയാണ് എവിടെയൊക്കെയാണ്. എന്തിനാണ് മോനികൾ പേടിക്കുന്നത്? ഈമാനുള്ളവരാണെങ്കിൽ, ഖുർആനിലാണ് വിശ്വാസമെങ്കിൽ, അതെ ഇസ്ലാമും ഈമാനും പറയുന്നവർക്ക് പോലും ഖുർആനിലും അള്ളാഹുവിൻ്റെ വാക്കിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കിലും എല്ലാ വിശ്വാസം. ലോകത്ത് നടക്കുന്ന അസ്ബാബി സംവിധാനങ്ങളിലാണ് വിശ്വാസം. അവിടെയാണ് അള്ളാഹു ചിലപ്പോൾ ദേഷ്യം തീർക്കുന്നത്, പക തീർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യമായിട്ട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ധൈര്യമായിരുന്നോളാൻ. ഹസ്ബുനല്ലാഹ്, നമുക്ക് നമ്മുടെ അല്ലാഹ് ഉണ്ട്, ധൈര്യമായിട്ടിരുന്നോളാൻ. ഫഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അർശിന്റെ റബ്ബായ അല്ലാഹു, എല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് അവൻ മതി. ഒരു സംവിധാനം അവൻ ഉണ്ടാക്കി തരും, കാത്തിരിക്കാൻ നമുക്ക്. അതാണ് ഈമാൻ. കാത്തിരിക്കുക, അള്ളാഹുവിനെ കാത്തിരിക്കുക, അള്ളാഹുവിന്റെ ഇടപെടലുകൾ കാത്തിരിക്കുക. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രീയ സാമൂഹ്യ ശക്തികളെ ലോകത്ത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇവിടെ സംഘടനകളടക്കം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മീസാൻ കല്ല്, മുങ്കർ നക്കീറിന്റെ ദണ്ട്, കബറിലുള്ള അടി, മഹേശ്വര, സ്വർഗം, നരകം, ഇതൊക്കെ അള്ളാഹിന്റെ അവധ. ഇവിടെയുള്ളതെല്ലാം ഗവൺമെന്റ് അവധ. ഭൂമിയിൽ നടക്കുന്നതെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഭൂമിയിൽ നടക്കുന്നതെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണല്ലോ അസൽ ബന്ന ഇഖ്വാൻ മുസ്ലിമീൻ ഉണ്ടാക്കിയതും, മുഹമ്മദ് യാസീൻ, അഹമ്മദ് യാസീൻ ഹമാസിനെ ഉണ്ടാക്കിയതും, മൗദൂദി ജമാഅത്ത് ഇസ്ലാമിൽ ഉണ്ടാക്കിയതൊക്കെ അതിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ അള്ളാഹിനെയും പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി നടക്കൂല. നമ്മളൊക്കെ ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനല്ലേ ഈ സ്റ്റാർ വാർ ഗ്രൂപ്പ് ഉണ്ടായത് ലോകത്ത്? ഇറാനിലെ ഷീഈ മതക്കാരെ സഹായിക്കാൻ, ഉള്ളിലൂടെ ജൂതനെയും സഹായിക്കാൻ. എല്ലാം തീർന്നില്ലേ? തീർന്നുകൊണ്ടിരിക്കുകയല്ലേ? ആർക്കാണ് കണ്ണീര്? ആരെ കണ്ണീരാണ്? ഇനി 5000-6000 ആൾക്കാർ മരിച്ചപ്പോഴാണ് സകല ഐക്യദാർഢ്യ ജാഥകൾ. ഇപ്പൊ 50,000 മരിച്ചു തീർന്നു. എല്ലാവരും ഉറക്കത്തിലാണ്, എല്ലാവരും ആഘോഷത്തിലാണ്, എല്ലാവരും ജൂതൻ പഠിപ്പിച്ചെന്ന കല്യാണത്തിലാണ്, എല്ലാവരും ജൂതൻ പഠിപ്പിച്ചെന്ന സന്തോഷത്തിലാണ്, തിന്നലിലാണ്, കുടിക്കലിലാണ്, സുഖത്തിലാണ്, പാട്ടയച്ചേരിയിലാണ്, കഥാപ്രസംഗത്തിലാണ്. എല്ലാ ഐക്യദാർഢ്യം തീർന്നു. 50,000 മരിച്ചു കിട്ടി. അതെ, അഹ്ലുസുന്നയുടെ 50,000 മുഅ്മിനീങ്ങൾ മരിച്ചു കിട്ടി. ആർക്ക്? ഇറാനിയൻ ജൂതന് വേണ്ടി. ആര് വന്നത്? ഇസ്രായേൽ വന്നത്. ഇസ്രായേലി ജൂതൻ വന്നത്. എങ്ങനെ വന്നത്? ആർക്കൊരു പിടുത്തമില്ല. ആ പാവപ്പെട്ട 50,000 വരുന്ന കുഞ്ഞാടുകളെ കടിച്ചു കീറാൻ ചെന്നായ്ക്കൾക്ക് കവാടം തുറന്നു കൊടുത്തവരെല്ലാം ശുഹദാക്കൾ. 50,000 കുഞ്ഞാടുകളെ കടിച്ചു കീറാൻ ചെന്നായ്ക്കൾക്ക് ഗേറ്റ് തുറന്നു കൊടുത്തവരെല്ലാം മാന്യന്മാര്. ഗേറ്റും തുറന്നു കൊടുത്ത് ചെന്നായ്ക്കൾക്ക് ആട്ടിൻ പറ്റങ്ങളെ കടിച്ചു കീറിക്കൊല്ലാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് നേതാക്കന്മാരെന്ന് പറയുന്നവരെല്ലാം വേറെ എവിടെയോ പോയിട്ട് സുഖവാസ കേന്ദ്രത്തിൽ. ഏതാണ്ടൊക്കെ എണ്ണം പൂർത്തിയായി. ഗസ എന്ന മുഅ്മിനീങ്ങളെ നാട് തകർത്ത് തരിപ്പണമാക്കി എല്ലാം ഭദ്രമാക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ സിറിയ പോലെ ഇറാന്റെ കയ്യിൽ ഇനി ഗസയും കൂടി വന്നു കഴിഞ്ഞാൽ ഇറാന്റെയും ജൂതന്റെയും, ഇസ്രായേലി ജൂതന്റെയും ഇറാനിയൻ ജൂതന്റെയും താല്പര്യം സംരക്ഷിക്കപ്പെട്ടു. അതിനിടയിൽ കൊല്ലേണ്ടവരെ കൊല്ലും, ജീവിപ്പിക്കേണ്ടവരെ ജീവിപ്പിക്കും, ആവശ്യമുള്ളവരെ കൊല്ലും, ചിലരെ ആവശ്യം തീർന്നാൽ കൊല്ലും, ചിലപ്പോൾ ആവശ്യം തീർക്കാൻ കൊല്ലും. ആരെന്ന് ചോദിക്കാൻ പറയാനും. അസ്ബാബുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയേക്കാമെന്ന് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ജൂതന്റെ തന്ത്രമായിരുന്നു അത്. അള്ളാഹുവിന്റെ ദർബാറുമായിട്ട് മുസ്ലിമീങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതിലവർ ജയിച്ചു. അതിനാദ്യം അവർ ചെയ്തത് എന്താണ്? മഹാന്മാരായ ശൈഖന്മാരെ വെച്ചുകൊണ്ട് തരീഖത്തുകൾ ഉണ്ടാക്കി പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ മാനസികാവസ്ഥ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ സിദ്ധിക്കായിട്ട് ശൈഖന്മാരെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്തു. അതല്ലേ തരീഖത്ത്? അതല്ലേ തരീഖത്ത്? ജൂതന്റെ സൃഷ്ടിയല്ലേ തരീഖത്ത്? പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ ബന്ധമുണ്ടാക്കാൻ ശൈഖിന്റെ കൈപിടിച്ച് മുത്തുകയല്ലേ? പിശാചുക്കൾ ഇരുന്നു കൊടുക്കുകയല്ലേ? ഫറോമാര് ഇരുന്നു കൊടുക്കുകയല്ലേ കൈമുത്താൻ? അല്ലേ?
കെട്ടുകെട്ടിൽപ്പെട്ട ഫറവമാർ, ഫിർഔനേക്കാളും അബൂജഹലിനേക്കാളും അപകടം പിടിച്ച പുരോഹിതന്മാർ ഇരുന്ന് കൊടുക്കുകയല്ലേ കൈമുത്താൻ. അതെ, ജീവിച്ചിരിക്കുന്ന ശൈഖി പിശാചുക്കളെ വെച്ച് പാവപ്പെട്ട സാധാരണക്കാരൻ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ ബന്ധം ഉണ്ടാക്കിയെടുത്തു. ദിക്ർ കളിക്കും, സലാത്ത് കളിക്കും. എന്തിനു വേണ്ടിയാ? ഗൾഫിൽ ജോലി കിട്ടാൻ മോനിക്ക്, അല്ലേ? ഭൗതികമായ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ ബന്ധം വേണമെന്ന് പുരോഹിതന്മാർ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നില്ലേ? അങ്ങനെയല്ലേ മതങ്ങളും ഇസങ്ങളും ഉണ്ടായത് ലോകത്ത്? സാമ്പത്തിക രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലൈസങ്ങൾ ഉണ്ടായത്, കമ്മ്യൂണിസം അടക്കം, അല്ലേ? ഇനി എന്നാണ് തിരിച്ചറിയുക? കണ്ടിട്ടും പഠിച്ചില്ല, കൊണ്ടിട്ടും പഠിച്ചില്ല. ഇനി എന്ന് പഠിക്കും? ഈ 10 ഒന്നും പ്രതീക്ഷിക്കാനില്ല. എല്ലാം ചുവടുപൊട്ടന്മാർ, സുമ്മുൻ. എല്ലാം നാവുപൊട്ടന്മാർ, ബുക്കുമുൻ. എല്ലാം കുരുടന്മാർ, ഫഹും ലാ യർജിഊൻ. ഒരു മടക്കം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അല്ലാഹു പറഞ്ഞതാണ്. ഔ കസയ്യിബിൻ മിനസ് സമാ. എന്നിട്ട് ആ ശേഖന്മാരെ ചത്തു കഴിഞ്ഞാൽ അവരെടുത്ത് വലിച്ചു കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ പച്ച വിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊന്നില്ലേ? ആദ്യം തരീഖത്തുണ്ടാക്കി ജീവിച്ചിരിക്കുന്ന ശേഖന്മാരെ പിടിച്ചുകൊണ്ട്. ആ ശേഖന്മാരൊക്കെ ചത്തു തീർന്നാൽ അവരെ കുഴിച്ചിട്ടിട്ട് ആ മൺകൂനകൾക്ക് മുകളിൽ പച്ച പെയിന്റ് അടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ എല്ലാ തകരാറും അതും സംഭവിച്ചു. ഇതിനല്ലേ തരീഖത്തും അദ്ദേഹത്തിന്റെ ജാറങ്ങൾ ഉണ്ടായത്? തരീഖത്തിലൂടെ ആദ്യം മുഹമ്മദ് റസൂലുള്ളാഹിയെ തരീഖത്തിലൂടെ കൊന്നു. എന്നിട്ട് ആ ശൈഖ് മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ മൺകൂനയുടെ മുകളിൽ പച്ച പെയിന്റ് ഇട്ട് എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊന്നു. മരിച്ചവരെടുത്ത് പോക്കാൻ. ജീവിച്ചിരിക്കുന്നവരിലൂടെയാണ് തുടങ്ങുക. അതാണ് തരീഖത്ത്. അതാണ് അവസാനം ജാറത്തിലെത്തുന്നത്. തരീഖത്തിലൂടെ ശൈഖന്മാരെ നിർമ്മിക്കുക. ആ ശൈഖന്മാരെ ചത്തു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിട്ടിട്ട് ജാറങ്ങൾ ഉണ്ടാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ, മുഹമ്മദ് റസൂലുള്ളാഹി ക്ലിയർ. ജൂതൻ ജയിച്ചില്ലേ? ആകാശവുമായിട്ടുള്ള സകല ബന്ധങ്ങളും മുസ്ലിങ്ങൾക്ക് ഇല്ലാതാക്കിയില്ലേ? കൂട്ടരെ, അള്ളാഹുവിന്റെ ദർബാറുമായിട്ട് ബന്ധപ്പെടാൻ ഒറ്റ ചാനലിലുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജാറങ്ങളെ കൊണ്ടും തരീഖത്തുകളെ കൊണ്ടും അത് രണ്ടും കൊളായ പിന്നെ ദർബാറുമായിട്ട് ഡിസ്കണക്ട്, എല്ലാം തീർന്നു. ഇപ്പോൾ എന്താ സംഭവം? ആകാശത്തിലും സംവിധാനം മുസ്ലിമീങ്ങൾക്കില്ല, ഭൂമിയിലും സംവിധാനം മുസ്ലിമീങ്ങൾക്കില്ല. ഭൂമിയിലാവട്ടെ അസ്ബാബിന്റെ താക്കത്തുമില്ല, ആകാശത്തിലാവട്ടെ അഅ്മാലിന്റെ താക്കത്തുമില്ല. അല്ലാഹു അക്ബർ. ഇതാണ് അവരെ പറ്റി അല്ലാഹു റസൂൽ പറഞ്ഞത്. മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന കുളച്ചണ്ടികളെ പോലെ, ചപ്പ് ചവറുകളെ പോലെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളാകുമെന്ന്. ആരുടെ പറയാൻ? നാം പറയുന്നു, നാം ദർബാറുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. അതുകൊണ്ട് പുരോഹിതന്മാരെ നാവടക്കണം. പുരോഹിതന്മാരെ കൊണ്ട് അള്ളാഹുവിന്റെ ദർബാർ കോപിച്ചിരിക്കുകയാ. ആ കോപം അല്ലാഹു തആല തീർക്കും. അല്ലാഹു തആല അടിച്ച് പൊളിച്ച് തരിപ്പണമാക്കി തീർക്കും. അല്ലാഹു ദേഷ്യം വെറുതെ അല്ല. ലാ തുആഖിദിനാ ബിസൂഇ അഫ്ആലിനാ വലാ തുഹ്ലികിനാ ബിഖത്തായാനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വലാ തഖ്തുൽനാ ബിഗളബിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്ന ദുആ. നിന്റെ ദേഷ്യം കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിച്ചേക്കല്ലേ അല്ലാഹ്, നിന്റെ പക ഞങ്ങളോട് തീർത്തേക്കല്ലേ അല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് പകയുണ്ട്, അള്ളാഹ്ക്ക് ദേഷ്യമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുക? അത് അള്ളാഹ് പറഞ്ഞാൽ ഇങ്ങനെ വെറും കൃപയുള്ള മാത്രമാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കനിവാണ്, ദയയാണ്. ഓ എന്താ പറച്ചല്? ഇല്ല, അള്ളാഹു അധികാരിയാണ്. അധികാരത്തിന്റെ 2 ഭാഗങ്ങളാണ്, കൃപയും കെട്ടുകെട്ടുത്ത നടപടിയും, അല്ലേ? മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ കരുണ മാത്രം കാണിച്ചാൽ ആ മക്കൾ എന്താവും? പക്ക കഞ്ചാവടിയന്മാരാകും. ഒരു കരുണയും കാണിക്കാതെ ശിക്ഷ മാത്രം നടപ്പിലാക്കിയാൽ എന്താവും? മക്കൾ നാട് വിടും. പിന്നെന്ത് വേണം? ലാ തർഫഉ അൻഹും അസാ വർസുഖുഹും വലാ തർഫഉ അൻഹും അസാ. ആവശ്യമുള്ള തിന്നാൻ കൊടുക്കണം, കുടിക്കാൻ കൊടുക്കണം, ഡ്രസ്സ് വാങ്ങണം, കളിപ്പിക്കണം, ചിരിപ്പിക്കണം, പക്ഷെ വടി കരുതിയിരിക്കണം. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞില്ലേ, വടി എപ്പോൾ സ്റ്റോക്കായിരിക്കണം. അലി അല്ലാഹു തആല എന്നും ഒരു വടി വീട്ടിന്റെ മുമ്പിൽ തൂക്കിയിടുമായിരുന്നു. ഇന്നാകാത്ത അള്ളാകാത്ത അല്ലെങ്കിൽ മനുഷ്യാവകാശ കേസെടുത്തന്നെ അലി അല്ലാഹുവിന്റെ വീട്ടിൽ. അല്ലർബുലിൽ വലദി കൽമത്തരി ലിസ്സറ. കുട്ടികൾക്ക് അടി കൃഷിക്ക് വെള്ളം പോലെയാണ്. ഇതാ കസുറ ഹലക്ക ഇതാ കല്ല ഹലക്ക. അടി കൂടിയാൽ, വെള്ളം കൂടിയാലും കൃഷി നശിക്കും, വെള്ളം കുറഞ്ഞാലും കൃഷി നശിക്കും.
കുട്ടികൾക്ക് അടി കുറഞ്ഞു പോയാലും കുട്ടികൾ നശിക്കും, കൂടിപ്പോയാലും കുട്ടികൾ നശിക്കും. അൽ ഉമ്മു അഹഖു ബിത്തർബിയത്തി മിനൽ അബ് യൻസരിഫു ഔഖാതഹു ഇലൽ മക്കാ ജമീഅ ഔഖാതിഹി ഇലൽ മക്കാസിദ്. കുട്ടികളെ പരിപാലിക്കാൻ ഉത്തരവാദി ഉമ്മയാണ്. അവരാണ് കഴിഞ്ഞ ഉത്തരവാദിത്വം. അവർക്കാണ് കൂടുതൽ അതിനുള്ള അവകാശം. ബാപ്പ ജോലിയുമായിട്ട് പുറത്താണ്, ഉമ്മയാണ് വീട്ടിലുള്ളത്. ഇപ്പോൾ ഉമ്മ ജോലിയുമായിട്ട് പുറത്ത്, ഉപ്പ സിഗരറ്റും വെച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ സിനിമയും കണ്ടുകൊണ്ട്. പിന്നെ പിള്ളേരെ കഥ പറയണം. എല്ലാം തലകുത്തനെ, അങ്ങനെയുമല്ല, കുലതത്തനെയായി. തലകുത്തനെ എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് അത് കാണുന്നത്. ദുരന്തങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഒന്നാമതായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇൻസാനിയത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. ദുരന്തത്തിൽ നശിച്ചുപോയവർ, മരിച്ചുപോയവർ, അതെ, അവരുടെ കുടുംബക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, അവർക്ക് വേണ്ടി ഒരു കൈ സഹായിക്കാൻ ഇൻസാനിയത്തിനെ അല്ലാഹു തആല ജീവിപ്പിക്കുകയാണ് ദുരന്തങ്ങളിലൂടെ. അവിടെ അല്ലാഹു തആല ഇസ്ലാമിയത്ത് പരിഗണിക്കുന്നില്ല. ആദർശം നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനില്ല, അങ്ങനെ പരിപാടിയേ ഇല്ല. മനുഷ്യരെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ മനുഷ്യർ എന്നാണ് അല്ലാഹു അറിയേണ്ടത്. ആദർശത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യരെ വിഭജിക്കുന്നുണ്ടോ, അതോ എല്ലാവരും മനുഷ്യരായിട്ട് കാണുന്നുണ്ടോ? ഇപ്പൊ എന്താ പരിപാടി? KNM ജാക്കറ്റ് പ്രവർത്തനം, പിന്നെ ദുരന്തം നടന്ന സ്ഥലത്തുള്ള SKSF ജാക്കറ്റ്, SYS ജാക്കറ്റ്, ISM ജാക്കറ്റ്, ആ ജാക്കറ്റ് അഴിച്ചു മാറ്റ്. എന്നിട്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ ഇൻസാന്റെ ജാക്കറ്റ് ഇട്ടിട്ട് വാ. അപ്പോഴേ ഉള്ളൂ അള്ളാഹു നിശ്ചയിച്ച സംവിധാനം പൂർത്തിയാവുള്ളൂ. സുമ്മ ബുഇസു അലാ അഅ്മാലി. ചോറിന്റെ പൊതിന്റെ മേലെ വരെ സംഘടനയുടെ പേര്. KNM ചോറ്, വിസ്ഡം ചോറ്, സമസ്ത ചോറ്, സുന്നി ചോറ്, മുജാഹിദ് ചോറ്, ചോറിന്റെ മേലെ സ്റ്റിക്കർ. തിന്നുന്നു എനിക്ക് ദഹിക്കോ ഇല്ല അള്ളാഹ്ക്കറിയാം. നാം പരാജയപ്പെടുന്നു എല്ലാ സംവിധാനത്തിലും. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാരി കോരി കൊടുത്തവരുണ്ട്, അവർ ചെലവാക്കിക്കോളും. ആരും ചീട്ട് വേണ്ട. ഹൃദയമുള്ള മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ഏത് മതജാതി വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, ഒരു ഹിന്ദു കൊടുത്താൽ മതി അവർക്ക്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് അറിയണം. അള്ളാഹ്ക്ക് ചിലത് അറിയണം. വീട്ടിൻ്റെ ഉള്ളിൽ ഒരാളെ രോഗിയാകുന്നത്, അല്ലെങ്കിൽ അയൽവക്കത്തൊരാളെ രോഗിയാകുന്നത്, അള്ളാഹു അയാളെ രോഗിയാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യമുള്ളവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. രോഗിയെ സൃഷ്ടിക്കാനല്ല, രോഗിക്ക് ആവശ്യമുള്ളത് അള്ളാഹു തആല കൊടുക്കും. ചിലപ്പോൾ രോഗം മാറ്റിക്കൊടുക്കും, ചിലപ്പോൾ രോഗിയായിട്ട് മരിച്ചാൽ അതിൻ്റെ പ്രതിഫലം എല്ലാം എന്ത് ലാഭമാണ്. ലാഭത്തോട് ലാഭമാണ് രോഗിക്ക്. പക്ഷെ എന്തിനാണ് അള്ളാഹു തആല ഒരാളെ രോഗിയാക്കുന്നത്? ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ. അയൽവക്കത്തെ രോഗി ആരോഗ്യമുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നറിയണം. വീട്ടിൻ്റെ ഉള്ളിൽ രോഗി ആരോഗ്യമുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നറിയണം അല്ലാഹു തആല. അതേപോലെ തന്നെ ദുരന്തങ്ങളിലൂടെ മരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു നാളെ ആഖിറത്തിൽ ശർഈയായ തർത്തീബ് അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ, രക്ഷപ്പെട്ടവർ എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു തആലക്ക് അറിയണം. അതറിഞ്ഞിരിക്കൂ. എല്ലാമേ മരിച്ചു, അത് ആദർശബോധമുള്ളവനാണ്, അവനിക്കതൊന്നും ബാധിക്കുകയില്ല എന്ന് പറയണ്ട. അല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ വന്ന പ്ലേഗ് രോഗത്തിൽ മരിച്ചു തീർന്നത് 40,000 പേരാണ് മുസ്ലിമീങ്ങൾ. വഴികളിലെല്ലാം മയ്യത്ത് കാണുമായിരുന്നു എന്ന് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? വഴികളിലെല്ലാം മയ്യത്തുകളുണ്ടായിരുന്നു, പ്ലേഗ് രോഗം പിടിപെട്ടിട്ട് മരിച്ചു വീഴുക സഹാബാക്കൾ. അള്ളാഹുവിന്റെ സംവിധാനം വന്നു കഴിഞ്ഞാൽ ആർക്കും രക്ഷയില്ല. അള്ളാഹുവിന്റെ ഭൂമിയിലെ തർത്തീബാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് അല്ലാഹു തആല ഭൂമിയെ നയിക്കുന്നത്.
കാടുകളിൽ അധിവസിക്കുന്ന ചെറിയ ചെറിയ ജീവികൾക്ക് ജീവിക്കാൻ അവർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണം. അത്യുഗ്രമായ വെള്ളപ്പൊക്കത്തിലൂടെ കാടുകൾ വൃത്തിയാക്കി കൊടുക്കണം. ആ ജീവികൾക്ക് ജീവിക്കണം. നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇതിനാണ് വെള്ളപ്പൊക്കം. കാടുകളെ വൃത്തിയാക്കാൻ. ഞാൻ നിങ്ങളെ പോയിട്ട് പൈപ്പ് വെച്ചിട്ട് കഴുകുക കാട്. ലക്ഷക്കണക്കിന് വരെ ജീവികൾ ജീവിക്കുകയല്ലേ കാട്ടിൽ. ഒരു മലവെള്ളം വരും, ആ വെള്ളത്തോടു കൂടി കംപ്ലീറ്റ് ക്ലിയറാകും. ഒരു ഈച്ച പോലും നശിക്കാത്ത രീതിയിൽ അല്ലാഹു തആല സംരക്ഷിക്കുകയും ചെയ്യും. ഒരു ഉറുമ്പ് പോലും. ഉറുമ്പുകൾ രക്ഷപ്പെടുന്ന രീതി കണ്ടിട്ടില്ലേ? ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കിടച്ചിട്ട് ആയിരക്കണക്കിന് ഉറുമ്പുകൾ മാലയായിട്ട് നിൽക്കും. വെള്ളം ചോർന്നാൽ അവർ താഴത്തേക്ക് ഇറങ്ങും. അള്ളാഹുവിൻ്റെ വഴി. നാം അള്ളാഹിനെ ചോദ്യം ചെയ്യുകയല്ലേ മനുഷ്യരായ നാം. ജീവജാലങ്ങൾക്ക് വിഷയമില്ല. ഒരു തള്ളപ്പശു നീന്തുന്നു കൊടിയ കലക്കിലൂടെ. കഴിഞ്ഞ മാസം കാലം പ്രസവിച്ച് ചെറിയ കുഞ്ഞു ആ കൂട്ടത്തിൽ നീന്തുന്നു അല്ലേ? ആരാണ് ഈ പശുക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിച്ചത്? കാടുകളെ ശുദ്ധിയാക്കണം. വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിനൊന്നും ശുദ്ധിയാക്കി കൊടുക്കണം. അപ്പം അപ്പുറത്ത് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊരു മരത്തിൻ്റെ ഇലകൾ ചീഞ്ഞിട്ട് മാത്രമേ മറ്റൊരു മരത്തിന് വളമാക്കാൻ പറ്റുള്ളൂ. അല്ല, മരമൊന്നും കൊത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മറ്റേ വളത്തിലേക്ക് പോകണം, രാസവളത്തിലേക്ക്. നമ്മൾ സാധാരണ തെങ്ങിന് വളമിടില്ല, തൊട്ടപ്പുറത്തുള്ള മരത്തിൻ്റെ കമ്പ് വെച്ചിട്ടല്ലേ. ഒരു മരത്തിൻ്റെ കൊമ്പ് നശിക്കുമ്പോൾ മറ്റൊരു മരത്തിന് വളമാവും. എത്ര സുന്ദരമായ സംവിധാനമാണ് അല്ലാഹുവിൻ്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ ഈ രീതിയിൽ കൗനിയായി കാണുന്നു. ദുരന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു. അവിടെ അല്ലാഹു അസ്ബാബുകളെയാണ് പരിഗണിക്കുന്നത്, വസ്തുക്കളെയാണ് പരിഗണിക്കുന്നത്. വസ്തുക്കൾ സമാഹരിച്ച് സപ്ലൈ ചെയ്യാൻ മനുഷ്യനെ പാകമാക്കിയെടുക്കുന്നു. അതേ സന്ദർഭത്തിൽ അല്ലാഹു തആല ദുരന്തങ്ങളെ ശർഈയായിട്ടും കാണുന്നു. അതെപ്പോഴാണ്? ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലത്തോളം ആ ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഭൂമിയിൽ ജീവിക്കുന്ന സംവിധാനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയും ചെയ്തു. 1000 കൊല്ലം അല്ലാഹുവിൻ്റെ വഹദാനിയത്ത് ഭൂമിയിൽ ജീവിതത്തിൻ്റെ മാർഗമാക്കണം, അതിൻ്റെ ഷഹാദത്തനുസരിച്ച് ജീവിക്കണമെന്ന് ഉപദേശിച്ചപ്പോൾ നൂഹ് നബി അവർ ഭ്രാന്തനാക്കി. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കല്ലെറിഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. അല്ലേ? എന്നുവെച്ചാൽ അർത്ഥം ദുരന്തത്തിനോട് ദുആ ചെയ്തു. ദുരന്തത്തെക്കാൾ വലുത് ശിർക്കാണ്, കുഫ്റാണ്. ദുരന്തത്തിൽ ആര് മരിച്ചൊടുങ്ങി എന്നുള്ളതല്ല പ്രവാചകന്മാരെ നോക്കുന്നത്. ആ മരിച്ചവൻ ഷഹാദത്തിൽ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമല്ലോ. ഇതാണ് പ്രവാചകന്മാരുടെ വിഷമം, പ്രവാചകന്മാരുടെ പ്രയാസം. അതാ ദുരന്തത്തിൽ മരിച്ചുപോയി എന്നതല്ല പ്രവാചകന്മാരുടെ പ്രയാസം. ആ മരിച്ചവൻ ആദർശം ശരിയില്ലെങ്കിൽ നരകത്തിലായി പോകുമല്ലോ എന്നുള്ളതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാം ആദർശത്തിൽ എത്രയോ അകലെയാണ്. അതുകൊണ്ട് അത് അകടുക്കുന്നു. ഒരു സലഫി പ്രവർത്തകൻ പറഞ്ഞതാണ്. അതൊന്നും ഇപ്പം പറയേണ്ടല്ല മൗലവി സാഹിബേ, അതെല്ലാം പിന്നെ പറയേണ്ട വിഷയങ്ങളാണ്. ഇപ്പം പറയേണ്ടത് ഇതാണ്. എന്നുവെച്ചാൽ അള്ളാഹിനെ പറ്റി ഇപ്പം പറയണ്ട, അതെല്ലാം നമുക്ക് സമാധാനപരമായി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയാം. ഇപ്പം പറയേണ്ടത് ദുനിയാവിൻ്റെ കാര്യം, അസ്ബാബിൻ്റെ കാര്യം, രാഷ്ട്രീയത്തിൻ്റെ കാര്യം, അധികാരത്തിൻ്റെ കാര്യം, പണത്തിൻ്റെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തജാബ ലഹു, നൂഹിന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി പറഞ്ഞു, ഇസ്നഇൽ ഫുൽക ബിഅയ്യുനിനാ വവഹീനാ. എൻ്റെ പ്ലാൻ അനുസരിച്ച് എൻ്റെ മേൽനോട്ടത്തിൽ നിങ്ങളൊരു കപ്പൽ ഉണ്ടാക്കി, ബാക്കി ഞാൻ ആയിക്കോളാം. നൂഹ് നബി കപ്പലുണ്ടാക്കിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൂഹ് നബിയോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് നൽകി, നൂഹുൻ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് നൽകിയവരോട് കപ്പലിൽ താമസിക്കാൻ പറ. നൂഹ് നബി അതും ചെയ്തു, മാസങ്ങൾ എടുത്തിട്ട്. മൂന്നാമത്തെ ഓർഡർ വന്നു, കാടുകളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് 2 ഇണകളെ പിടിച്ചിട്ട് കപ്പലിൽ കയറ്റാൻ. മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ. 5 ജോലിയും പൂർത്തിയാക്കി. ആ വിഷയത്തിൽ നൂഹ് നബിന്റെ ഇഹ്സാൻ പരിശോധിക്കുകയായിരുന്നു അല്ലാഹു തആല. നൂഹ് നബി ഇഹ്സാനിൽ 100 മാർക്ക് വാങ്ങി. ഇസ്ലാമിൽ 100 മാർക്ക്, ഈമാനിൽ 100 മാർക്ക്, ഇപ്പോൾ ഇഹ്സാനിൽ 100 മാർക്ക്.
അള്ളാഹ് പറയുന്നു, നൂഹ് നബി ചെയ്യുന്നു. ലൈസ ബൈനി വബൈന റബ്ബി ശൈ. ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങളും അതിനു വേണ്ടിയിട്ടാണ്. അതിലൊന്നാം പാഠം ഇസ്ലാമിനെ പഠിക്കലായിരിക്കും, രണ്ടാം പാഠം ഈമാൻ പഠിക്കലായിരിക്കും, മൂന്നാമത്തെ പാഠം ഇഹ്സാൻ പഠിക്കലായിരിക്കും. ചെയ്തിരിക്കും അല്ലാഹു തആല. അള്ളാഹിന്റെ സംവിധാനം മാറ്റാൻ ലോകത്താരെ കൊണ്ടും പറ്റൂല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരിശോധിക്കുകയായിരുന്നു. നൂഹ് നബി പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഇസ്ലാമുമായിട്ട് നൂഹ് നബിക്ക് എത്ര ബന്ധമുണ്ട്? നൂഹ് നബി പ്രസംഗിച്ച ഈമാനുമായിട്ട് നൂഹ് നബിക്ക് എത്ര ബന്ധമുണ്ട്? അതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. മാലോകർ എന്ത് ചെയ്തു പറഞ്ഞതല്ല അള്ളാഹ്ക്ക് അറിയേണ്ടത്. അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിച്ച ഇഹ്സാൻ, അത് നൂഹ് നബിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 3ലും 100 മാർക്കോടെ ജയിച്ചു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബിന്റെ വിജയം ഉറപ്പുവരുത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് പറഞ്ഞു, കാത്തിരുന്നു കൊള്ളുക, ഞാൻ നടപടിയെടുക്കാൻ പോവുകയാണ്. ഒരു ഷർത്തുണ്ട്, ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. നൂഹേ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം നീ പ്രവർത്തിച്ചു. ഇനി നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകാൻ പോകുകയാണ്. ഞാൻ നിന്റെ ദുആ അനുസരിച്ച് ഇവിടുത്തെ മുഴുവൻ കുഫ്റിന്റെ ശക്തികളെയും കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. കൈകാര്യം ചെയ്യുമ്പോൾ അതെന്റെ ഉപ്പയാണ് അല്ലാഹുവേ, അതെന്റെ ഉമ്മയാണ് അല്ലാഹുവേ, അതെന്റെ പെങ്ങളാണ് അല്ലാഹുവേ, അതെന്റെ മോനാണ് അല്ലാഹുവേ, അതെന്റെ മരുവാനാണ് അല്ലാഹുവേ, ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല. ഫലാ തുഖാതിബിനി, എന്നെ അഭിമുഖീകരിക്കരുത്. ഫില്ലദീന ളലമു, ഈ കൊടിയ പാതകം പ്രവർത്തിച്ചവരുടെ. എന്താണ് പാതകം? 5 ജാറങ്ങൾ ഉണ്ടാക്കി പൂജിച്ചു. അതാണ് ഏറ്റവും വലിയ പാതകം. അത് ദുൽമാണ്. പാപികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടും, പാതകികളെ വെറുതെ വിടുകയില്ല. നമ്മളെ പണ്ട് കുത്തുബിയത്ത് ജയിക്കുന്നവനെ തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, സലഫിയുമല്ല, എല്ലാത്തിലും ഇപ്പം മല്ലമാര് വന്നു തുടങ്ങി. അതെങ്ങനെയാ അങ്ങനെ പറയാ? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ ഫാസിക്കിന്റെ പിറകിൽ നിസ്കരിക്കാമെന്ന്? ഈ മൊല്ലക്ക് തിരിഞ്ഞിട്ടില്ല. ഫിസ്ക് വേറെയാണ്, ഷിർക്ക് വേറെയാണെന്ന് തിരിഞ്ഞിട്ടില്ല. അതാ സംഭവിച്ചത്. ഫാസിക്കിന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കാം. ഇന്നലെ രാത്രി ഇമാമ് കള്ളുടിക്കുന്നത് കണ്ട ഒരാള് സുബഹിക്ക് നിസ്കരിക്കാൻ പറ്റും അയാളെ പിറകിൽ നിന്നിട്ട്? തീർച്ചയായിട്ടും പറ്റും. ഇമാമ് കള്ളുടിക്കുന്നത് കണ്ട ഇന്നലെ രാത്രി. അയാൾ വലിയ ഇമാമാണ്. രാവിലെ അയാളെ ഇമാം വെക്കുന്നത്. എന്ത് വേണം? തുടരണം. കാരണം അയാൾ ചെയ്തത് പാപമാണ്, പാതകമല്ല. ജാറം പാതകമാണ്, പാപമല്ല. ഇന്ന ശിർക്കല ദുൽമുൻ അദീം. അതുകൊണ്ട് എൻ്റെ മൗലവിമാരോടും നമുക്ക് പറയാനുള്ളത്, പാതകികളെയും പാപികളെയും തിരിച്ചറിയാൻ കഴിയണമെന്ന. പാപികളെയും പാതകികളെയും ഒരുപോലെ ആക്കാൻ പറ്റുകയില്ല. പാതകികൾ ചിലപ്പോൾ നല്ല കോലമായിരിക്കും, നല്ല ഡ്രസ്സായിരിക്കും, നല്ല നിസ്കാരത്തേമ്പാണ്, നല്ല താടി ഉണ്ടാവും, തടിക്കെട്ടുണ്ടാവും, 10 കൊല്ലം കിതാബ് ഓതിയിട്ടുണ്ടാവും. പക്ഷെ അയാൾ പാതകിയാണ്. അയാൾ കൃത്യം ജാറത്തിൽ കയറി ഇറങ്ങുന്ന ആളാണ്. അയാൾ പാതകിയാണ്. പാതകിയെ തുടരാൻ നിയമമില്ല. പാപികളെ തുടരാം. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പിറകിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ നിസ്കരിച്ചിട്ടുണ്ട്, ഇല്ലേ? വലീദിന്റെ പിറകിൽ സഹാബാക്കൾ നിസ്കരിച്ചിട്ടില്ലേ? മദ്യപിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ കക്ഷി. മദ്യപിച്ചിട്ട് വന്നിട്ട് ഇമാമു 4 റക്അത്ത് നിസ്കരിച്ച് സുബഹി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പിറകിലുണ്ട്. സലാം വിട്ടിട്ട് ചോദിച്ചു അദ്ദേഹം, നിസ്കരിച്ചത് കുറഞ്ഞു പോയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പിറകെന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ കൂടിയിട്ടേ ഉള്ളത്, ഇനി കൂട്ടണ്ട. ആ കാലഘട്ടം അത് വെച്ചിട്ട് ഇവിടുത്തെ ജാറക്കാരെ തുറന്നിരിക്കാമെന്ന് മസല പറയാൻ എങ്ങനെയാണ് സലാഹിമാർക്കും മദനിമാർക്കും ഒക്കെ സാധിക്കുന്നത്? അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്ത കൊലയാളിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മക്കയുടെ ഗവർണർ. അദ്ദേഹം വന്നാൽ അദ്ദേഹമാണ് ഇമാമ് നിൽക്കുക, പിറകിൽ സഹാബാക്കൾ നിസ്കരിക്കും. എന്നുവെച്ചാൽ പാപികളെ നിനക്കാക്കിയിട്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ പാതകികളെ തുടരാൻ പറ്റുകയില്ല. കുത്തുബിയത്ത് കഴിക്കുന്നവൻ പാതകിയാണ്, പാവിയല്ല. അതുകൊണ്ട് തന്നെ കുത്തുബിയത്ത് കഴിക്കുന്ന മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല. മനസ്സിലാക്കാൻ അംഗീകരിച്ചാൽ മതി. അല്ല കഥയിപ്പല്ല, ഇത് ദീനാണ് കൂട്ടരെ, അള്ളാഹുവിൻ്റെ ദീൻ.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഞാൻ എൻ്റെ നടപടി എടുക്കാൻ പോവുകയാണ് ഈ മുശ്രിക്കുകൾ, ഈ ജാറക്കാരുടെ മേൽ. അവർ നിസ്കരിക്കുന്നവരാണ് കൂട്ടരെ, നോമ്പ് നോക്കുന്നവരാണ്, കൃത്യമായി സക്കാത്തും ദിക്റും ചെയ്യുന്നവരാണ്, ആദമിന്റെയും ശീസിന്റെയും ഇദ്രീസിന്റെയും തരീഖത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരിലേക്ക് വേറെ മതമോ ജാതിയോ കടന്നുകൂടിയിട്ടില്ല. അവരാകെ ചെയ്ത തെറ്റ് 5 ഔലിയാക്കൾക്ക് ജാറം പഠിത്തു ഇലാഹ നടത്തി പറഞ്ഞതുള്ളത് മാത്രമാണ് അവർ തെറ്റ് തെറ്റ്. അവരെയാണ് അല്ലാഹു തആല കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, നോമ്പോക്കത്തിന്റെ പേരിലല്ല, കള്ളുടിച്ചതിന്റെ പേരിലല്ല. 5 ജാറങ്ങളിൽ ചെന്ന് ഇലാഹ നടത്തി പറഞ്ഞ് അള്ളാഹുവിനെ ഇടയാളാക്കിയതിന്റെ പേരിലാണ് അവരെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അല്ലാഹു തആല. അവിടെയാണ് നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞത് മിണ്ടിപ്പോരുത്, ഞാൻ നടപടി എടുക്കാൻ തുടങ്ങിയ ഇന്നഹും മുഗ്റഖൂൻ, ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലേ ഖുർആൻ? ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ. രാവും പകലും ഒരുപോലെ മഴ, രാത്രി ഇരുട്ട്, എല്ലാം ഇരുട്ട്, രാവും പകലും ആകാശവും ഭൂമിയും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അള്ളാഹു ആകാശത്തോട് കൽപ്പിച്ചു സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം മുഴുവനും പുറത്തേക്ക് വീഴണമെന്ന്. അതെ, അങ്ങനെയാണ് അള്ളാഹുവിന്റെ സംവിധാനം. ഭൂമിക്ക് മുകളിൽ 7 ആകാശം, 7 ആകാശത്തിന്റെ മുകളിൽ കുർസിന്റെ മുകളിൽ വെള്ളം, വെള്ളത്തിന്റെ മുകളിൽ അർശ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ സംവിധാനം. നമ്മീ കാണുന്ന വെള്ളം നല്ല വെള്ളം കരങ്ങി ഇറങ്ങിയ നല്ല കഥയായിരിക്കും. ഭൂമി കടലിൽ പന്തിട്ടാൽ മാതിരി ഉണ്ടാവും അള്ളാന്റെ വെള്ളം എങ്ങനെ മുകളിലേക്ക് ഇറങ്ങിയാൽ. നമ്മൾ കടലിൽ പന്തിട്ടാൽ എങ്ങനെ ഉണ്ടാകും അതേമാതിരി ഉണ്ടാവും വെള്ളത്തിൽ ഭൂമി മുങ്ങിയാൽ. എന്നിട്ടും അള്ളാനെ മനസ്സിലാകുന്നില്ല. എന്നിട്ട് അള്ളാനെ കളിയാക്കിക്കൊണ്ട് നടക്കുകയല്ലേ പരിമിതമായ നിന്റെ പിരാന്തം ബുദ്ധി ഉപയോഗിച്ച്. ആകാശത്തോട് അല്ലാഹു തആല പറഞ്ഞു കംപ്ലീറ്റ് വെള്ളം പുറത്തേക്ക് വിടാൻ. ഭൂമിയോട് അല്ലാഹു തആല പറഞ്ഞു കംപ്ലീറ്റ് വെള്ളം പുറത്തേക്ക് വിടാൻ. മുഴുവൻ വെള്ളത്തെയും പുറത്തേക്ക് വിടി. ആകാശത്തോട് പറഞ്ഞു മുഴുവൻ വെള്ളത്തെയും താഴത്തേക്ക് ഇറക്കി. ഒരേ സമയത്ത് രണ്ടും നടന്നപ്പോൾ ടൈഗ്രീസും യൂഫ്രട്ടീസും നിറഞ്ഞു. കരയിലേക്ക് കടന്നു കടല്. ഇറാഖ് മുങ്ങി, കൂഫ മുങ്ങി, കംപ്ലീറ്റ് മുങ്ങി. പിന്നെ വെള്ളം മലയിലേക്കാണ് കയറുന്നത്. അമ്മലയിലാണ് നൂഹ് നബി കപ്പലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ മലന്റെ മേലെ കപ്പലുണ്ടാക്കുന്ന സന്ദർഭത്തിൽ മൗലാനമാരും ശൈഖുനമാരും നൂഹ് നബിയെ പരിഹസിച്ചിട്ടുണ്ട്. ഖുർആൻ വയസ്നഉൽ ഫുൽക, അദ്ദേഹം കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ കുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി, മൗലാനമാരും ശൈഖുനമാരും നൂഹ് നബിയെ കാണാത്തതുകൊണ്ട് ഇന്നലെ വരെ തൗഹീദ് പ്രസംഗിച്ച് നടന്നാളെ ഇപ്പം കാണുന്നില്ല, എവിടെ പോയി? അപ്പോഴാരോ പറഞ്ഞു കപ്പലുണ്ടാക്കുന്നുണ്ട് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന്. കഞ്ഞിയാച്ചി കുടിക്കാൻ നിവൃത്തിയിലായിട്ടായിരിക്കുന്നു വിചാരിച്ചു മൗലാനമാരെല്ലാം കൂടി കൂട്ടമായിട്ട് മലന്റെ മുകളിലേക്ക് പോയി. ആ സമയത്ത് നൂഹ് നബി ഒറ്റക്ക് കപ്പലുണ്ടാക്കുന്ന ആരെ സഹായത്തിനാള്? എല്ലാവരും താലിലുള്ളത്, മുസ്ലിങ്ങളെല്ലാം താലിലുള്ളത്. ആകെ 70 ആളുള്ളൂ. നല്ല തേക്കിന്റെ തടി ഉപയോഗിച്ചിട്ട് കപ്പലുണ്ടാക്കുക നൂഹ് നബി മലന്റെ മേലെ. സഖിറൂ മിൻഹു, മൗലാനമാർ ഇത് കണ്ടപ്പോൾ പരിഹസിച്ചു. അതെ, അള്ളാഹുവിന്റെ ഇടയാളുകൾ അരുതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ശീഖി മൊല്ലമാര് പരിഹസിച്ചതുപോലെ സകല ദുരന്തത്തിന് കാരണക്കാര് ശീഖി മൊല്ലമാരാണ്. ശീഖി മൊല്ലമാര് നാവടക്കിയിട്ടില്ലെങ്കിൽ ഈ നാട് കാണുകയില്ല. ശീഖി മൊല്ലമാരുടെ ജൽപ്പനത്തിൽ അള്ളാഹു കോപിച്ചിരിക്കുകയാണ്. ശീഖി മൊല്ലമാരെ നാവടക്കിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സെലഫികളെ ചീത്ത പറയുന്ന രസമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇനിയും നാവടക്കിയിട്ടില്ലെങ്കിൽ ഇനിയും അല്ലാഹു തആലക്ക് പകരക്കാരെയും അല്ലാഹു തആലക്ക് പ്രതിനിധികളെയും നിശ്ചയിക്കാനുള്ള പരിപാടിയെങ്കിൽ ആലോചിച്ചുകൊള്ളുക, സകല ദുരന്തത്തിനും ഉത്തരവാദികൾ ഇവിടുത്തെ ശീഈ മൊല്ലമാരായിരിക്കും. സഖിറൂമിൻ, പരിഹസിച്ചു അവർ നൂഹ് നബിയെ. പരിഹാസങ്ങളുടെ പാരമ്പര്യത്തിലുള്ളതാണ്, അത് ഇന്നും തുടരും. തൗഹീദിന്റെ എതിരാളികൾ, ശിർക്കിന്റെ അഹ്ലുകാർ, ജാറത്തിന്റെ ആൾക്കാർ, പരിഹാസമാണ് അവരുടെ ഏറ്റവും വലിയ മുതല്. സഖിറു, സഖറാന്ന് പറഞ്ഞാൽ എന്താ? പരിഹസിക്കാന്നല്ല അർത്ഥം. സഖിറൂമിൻ, നൂഹെ കഞ്ഞുടിക്കാൻ വൃത്തിയിലേക്ക് താഴേക്ക് വാ, നമ്മൾ ജോലി തരാം ജാറത്തിൽ. അൽഫാത്തിയ വിളിച്ച പൈസ എത്രയാ? ഒരു അൽഫാത്തിയൊക്കെ എത്ര പൈസ കിട്ടും? നിനക്ക് ജോലി തരാം. 5 ജാറങ്ങളിൽ കിട്ടുന്ന വരുമാനം ചില്ലറയാണോ? നീ ഇന്നലെ തുടങ്ങിയതല്ല, വെറുതെയാണോ? ഉപ്പ മരിക്കാൻ ദുആ ചെയ്തിട്ട് ഉപ്പ മരിച്ചു കിട്ടിയ ശേഷം മരിച്ചത് തന്നെയാണോ? അല്ലാഹ്ക്കറിയാം. പിറ്റേന്ന് തന്നെ ജാറുണ്ടായത്. സഖിറൂമിൻ, പരിഹസിച്ചു.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ട് വർത്താനം പറഞ്ഞ് നിർത്തി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ തസ്ഖറു മിന്നാ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറു. കൂടുതലൊന്നും പരിഹസിക്കേണ്ട, പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടാൻ സമയമായിരിക്കുകയാണ്. വല്ലാത്ത വാക്കാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞ സമയമായി. 3 ദിവസം, ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3-ാമത്തെ ദിവസമായി. ആകാശവും ഭൂമി ഇരുട്ടി, മഴ പെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയോളം മഴ, എല്ലാം മുങ്ങി. അവസാനം പർവ്വതത്തിലെത്തി. അല്ലാഹു തആല പറഞ്ഞു, വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. എത്രത്തോളം പർവ്വതത്തിന്റെ മേലെ തിരമാലകൾ കയറി. സുനാമിയുടെ ലോകമാണ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലാക്കാൻ തന്നെയാണ് അല്ലാഹു തആല സുനാമി ഉണ്ടാക്കുന്നത്. മനസ്സിലാകാത്തവർക്ക്, ഉമ്മത്തിന്റെ ഉള്ളകത്തുണ്ടല്ലോ എക്സ് മുസ്ലിം, അവർക്ക് മനസ്സിലാകണമെങ്കിൽ ചില സംവിധാനങ്ങളൊക്കെ വേണം. അവർക്ക് എന്നാലും മനസ്സിലാവില്ല. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ കൊണ്ട് കളിക്കും, ആകാശത്തെ കൊണ്ട് കളിക്കും, കടലിനെ കൊണ്ടും കളിക്കും. എന്തിനെന്നറിയോ? ഈ മനസ്സിലാക്കാത്തവർക്ക് ചെറുങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വതങ്ങൾ, ജിബാൽ, ജബൽ എന്നല്ല അല്ലാഹു പറഞ്ഞ, ജിബാൽ, പർവ്വതങ്ങളോളം ഉയരമുള്ള തിരമാലകൾ മനംലം വളർത്തി. ആ തിരമാലകൾക്ക് മുകളിലൂടെ നൂഹ് നബിന്റെ കപ്പൽ കടലിലേക്ക് ഇറങ്ങി. ഇപ്പോഴത്തെ വ്യത്യാസം, ആരാ നൂഹെ കപ്പൽ കടലിറക്കി തരികയെന്നല്ലേ ചോദിച്ച് മുസ്ലിയാക്കന്മാര്? കപ്പൽ തടിയറിയാണ്ട് കപ്പൽ കടലിറങ്ങിയില്ലേ? ഫിഹിയ തജ്രി, തജ്രി എന്ന് പറഞ്ഞാൽ ഒഴുകി നടക്കാൻ തുടങ്ങി കപ്പൽ. ഈ 70 ആളെയും കൊണ്ട്, മൃഗങ്ങളും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നു കപ്പലിന്റെ പുറത്ത്. ബൈനോക്കുലറൊന്നുമില്ല, അല്ലാഹു കൊടുത്ത കണ്ടുകൊണ്ട് കാണുക. ജാറങ്ങളെല്ലാം കുത്തിയൊലിച്ചു പോകുകയാണ്. ജനങ്ങളെല്ലാം, മൗലാനമാരെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചാകുകയാണ്. എല്ലാം നശിച്ചു തീർന്നു. ജാറുമില്ല, ജാറത്തിന്റെ ആളുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുകാർ മാത്രം ബാക്കി. ആ സമയത്താണ് നൂഹ് നബിന്റെ മോൻ ഒരു കുഴിയിൽ മുങ്ങിച്ചാകുന്നത് നൂഹ് നബി കാണുന്നത്. അപ്പോഴാണ് നൂഹ് നബി മോനെ വിളിച്ചത്, യാ ബുനയ്യ ഇർകം മഅനാ ഫലാ തകും മഅൽ കാഫിരീൻ. യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, ഈ കപ്പലിൽ കയറിക്കോ. തൗഹീദിന്റെ കപ്പൽ. ഈ കപ്പലിൽ കയറിക്കോ മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ പറ, മുഹമ്മദ് നൂഹ് റസൂലുള്ളാഹി ഷഹാദ പറ. ഈ കപ്പലിൽ കയറാൻ അനുവാദമുണ്ട്. ആ സമയത്ത് ആ മകൻ മുങ്ങിച്ചാകുന്ന സന്ദർഭത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? യാ ബത്തി കാന സആവി അലാ ജബലി യഅസിമുനി മിനൽ മാ. നിങ്ങളെ തൗഹീദിന്റെ കപ്പലിൽ ഞാനില്ല. ശൈഖുന നരകത്തിലാണെങ്കിൽ ജമ്മു നരകത്തിൽ, മുഹിദീങ്ങളെ മുജാഹിദീങ്ങളെ സ്വർഗത്തിലേക്ക് അമ്മയില്ല. നല്ല പറഞ്ഞിടത്ത ഷിയാക്കള് പറഞ്ഞില്ലേ? ഒരു മടിയില്ലാതെ പറഞ്ഞില്ലേ? അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന നിലവാരത്തിലാണ്. കാത്തിരുന്ന് കാണുക, കാത്തിരുന്ന് കാണുക. നൂഹ് നബിയോട് മോന പറയുന്നത്, സആവി അലാ ജബലി യഅസിമുനി മിനൽ മാ. നിങ്ങൾ ഈ വെള്ളം എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഈ മലന്റെ മുകളിൽ നിന്ന് മറ്റേ മലന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെടും. എന്നാൽ നിങ്ങൾ കപ്പലിലേക്ക് ഞാനില്ല. അപ്പൊ പ്രിയപ്പെട്ട ബാപ്പ, മോനോട് കരുണയുള്ള ബാപ്പ, ആ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം. ഇന്നത്തെ ദിവസം അല്ലാഹു തആല കൃപ ചൊരിഞ്ഞവർക്കല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല മോനെ. കംപ്ലീറ്റ് കാലിയാവും, കംപ്ലീറ്റ് കാലിയാവും. മുവഹിദീങ്ങൾക്കല്ലാതെ രക്ഷയില്ല മോനെ. ഇത്രയുമായപ്പോഴേക്കും അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെട്ടു. അല്ലാഹു തആല നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. കുടുംബമാണ്, മോനാണ്, ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. നിങ്ങളുടെ അപേക്ഷ അനുസരിച്ച് ഞാൻ നടപടിയെടുക്കാൻ പോവുകയാണ്. പിന്നെ എക്സ്ക്യൂസും കൊണ്ടുവരാൻ പാടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോന്റെ കാര്യം വന്നപ്പോൾ എക്സ്ക്യൂസുമായിട്ട് പോയി എന്നാണ്. ഫഹാല ബൈനഹുമൽ മൗജ്. ഉപ്പാന്റെ മോന്റെ ഇടയിൽ ഭയങ്കരമായൊരു തിരമാല മറയായിട്ട് വന്നു. വകാന മിനൽ മുഗ്റഖീൻ. ആ മോൻ ആ ചുഴിയിൽ മുങ്ങിച്ചത്തു. ഖുർആനല്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട്, അല്ലാഹ്, എൻ്റെ മോനാണ് കാണുന്നില്ല. നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലി. ശുക്ലബന്ധം കൊണ്ട് മാത്രം മോനാവില്ല, ആദർശബന്ധം കൂടി വേണം. അല്ലാഹു തആല പറഞ്ഞു. അതെ, ശുക്ലബന്ധം പോരാ,
ഇസ്ലാമിക ബന്ധവും കൂടി വേണം, എന്നാലേ ബന്ധം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. ആദർശബന്ധമില്ലാത്ത ശുക്ലബന്ധത്തിന് ഇസ്ലാമിൽ അർത്ഥമില്ല. ഉമ്മയൊഴിച്ച് ഉമ്മാക്ക് മാത്രം എക്സൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുർത്തത്തായ ഒരു ബാപ്പാക്ക് മൂന്നേത്തായ ഒരു മോളെ കെട്ടിച്ചു കൊടുക്കാൻ വിലായത്തില്ല. കാവിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം ഫിഖിന്റെ മസല അനുസരിച്ച്. ബാപ്പ മുർത്തത്തായി, ബാപ്പ ഏതോ മതത്തിലേക്ക് പോയി. ഒന്നിക്ക് ശീയ മതക്കാരൻ, അല്ലെങ്കിൽ ജൂത മതക്കാരൻ, അല്ലെങ്കിൽ ഹിന്ദു മതക്കാരൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മതം, എന്തെങ്കിലും മതം. ഇതൊക്കെ ചർച്ചയ്ക്ക് വേണ്ട വിഷയം തന്നെയാ. ഷിയാക്കളും സലഫികളും തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റുമോ? ആ വിവാഹം നിലനിൽക്കുമോ? സ്വത്തവകാശമുണ്ടോ? ഒക്കെ ചർച്ചയ്ക്ക് വേണ്ട വിഷയം തന്നെയാ. എന്താ സംശയം? പൊതു നിയമം ഉണ്ടാവും. വ്യക്തികളെ സ്കാൻ ചെയ്യേണ്ട അവകാശം നമുക്കില്ല. നിയമപ്രകാരം പറ്റുമോ ഇല്ലയോ? വ്യക്തികളെ സ്കാൻ ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ശരിയാണ്. നീ മുശ്രിക്കാണ്, അവന് എനിക്ക് കെട്ടാൻ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നീ മുശ്രിക്കാണ്, അവന് നിന്റെ പെണ്ണിനെ കെട്ടൂല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ പൊതു നിയമം, അങ്ങനെ ഒരു നിയമമില്ല എന്ന് പറയാൻ പറ്റുമോ? നിലവിലെന്താ അർത്ഥമുള്ളത് ഷഹാദത്തിന്? ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മോനോട് ഫലാ തകും മഅൽ കാഫിരീൻ, ഈ കാഫിരീങ്ങളെ കൂട്ടത്തിൽ നീ ഒടുങ്ങണ്ട മോനെ എന്ന് പറഞ്ഞ കാഫിരീങ്ങൾ ആരാണ്? ആരെ പറ്റിയാണ് നൂഹ് നബിയെ പറഞ്ഞത്? കാഫിരീങ്ങളോടൊപ്പം നീ നശിക്കണ്ട എന്ന് പറഞ്ഞ കാഫിരീങ്ങൾ ആരാണ്? 5 ജാറത്തിൽ പോകുന്ന ആൾക്കാരല്ലെങ്കിൽ വേറെ ആരെ പറ്റിയാണ് പറഞ്ഞത്? നിങ്ങൾ പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലഘട്ടത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചത് ഈ ഭൂമിയെയാണ്. എല്ലാം നശിച്ചു തീർന്നപ്പോൾ അല്ലാഹു തആല വെള്ളത്തെ പിൻവലിച്ചു. അല്ലാഹു തആല ആകാശത്തോട് പറഞ്ഞു, യാ സമാഉ വഖ്ലി വയാ അർദു ബിലഇ മാഅകി വയാ സമാഉ വഖ്ലി യാ അർദു ബിലഇ മാഅകി വയാ സമാഉ വഖ്ലി. ഓ ഭൂമി, നിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വെള്ളത്തെ നീ വിഴുങ്ങിക്കൊള്ളുക. യാ അർദു ബിലഇ മാഅകി, നിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വെള്ളം നീ വിഴുങ്ങിക്കൊള്ളുക. വയാ സമാ, ഓ ആകാശമേ, അഖ്ലി, നീ ഇറക്കിയ വെള്ളത്തെ നീ വലിച്ചു കൊള്ളുക. എല്ലാം ഒറ്റ സമയത്ത് നടന്നപ്പോൾ വസ്തവത്ത് അലൽ ജൂദി, ആ ജൂദി പർവ്വതത്തിൽ നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ടു. അവിടെയായിരുന്നു ആ സമയത്ത് കപ്പൽ ഉണ്ടായിരുന്നത്. ഭൂമിയും തിരിയില്ല, ആളും തിരിയില്ല. മഴയും വെള്ളവും വന്ന് എല്ലാം വന്ന് മലയും ഒക്കെ അടക്കം പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നൂഹ് നബിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. വെള്ളം പറ്റിയപ്പോഴാണ് ജൂദി പർവ്വതത്തിന്റെ മുകളിലാണ് കപ്പലുള്ളത് അറിയുന്നത്. അവിടെയാണ് ആ 70 മുസ്ലിമീങ്ങൾ ഇറങ്ങുന്നത്. അവിടെയാണ് ചരിത്രത്തിന്റെ 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ആയിരുന്നില്ലേ? മനുഷ്യചരിത്രത്തിന്റെ 1-ാം അധ്യായം അവിടെ അവസാനിച്ചില്ലേ? 2-ാമത്തെ അധ്യായം കപ്പലിലിരിക്കുന്ന 70 മുസ്ലിങ്ങളിലൂടെ അല്ലാഹു തആല തുടങ്ങുന്ന 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിലല്ലേ ആദ്യം ഹൂദ് നബിയും സാലിഹ് നബിയും വരുന്നത്. 3-ാം അധ്യായത്തിലെ ഇബ്രാഹിം നബിയും കൂട്ടനും വരുന്നത്. 4-ാം അധ്യായത്തിൽ അഷ്റഫുൽ ഖൽഖായ മുത്തും സഹാബാക്കളും ഈ ഉമ്മത്തും വരുന്നത്. അങ്ങനെ ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഏതെങ്കിലും രാജ്യക്കാർ, ഒരു ഗ്രാമവാസികൾ, അവരാമനു പ്യൂർ ഈമാൻ നിലനിർത്തുകയും വത്തഖൗ മുഹമ്മദ് റസൂൽ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം ബറക്കത്തിനെ തുറന്നു കൊടുക്കുന്നതാണ്. നാം ബറക്കത്ത് തുറന്നു കൊടുക്കുന്നതാണ്. എന്താണ് ബറക്കത്ത്? നിഅമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബറക്കത്ത്. നിഅമത്ത് വേറെ, ബറക്കത്ത് വേറെ. ബറക്കത്ത് എന്നത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ഔദാര്യമാണ്. നിഅമത്താവട്ടെ അധ്വാനത്തിന്റെ ഫലമാണ്. നിഅമത്ത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിന് ആദർശം ഷർത്തില്ല. ബറക്കത്തിന് ആദർശം ഷർത്താണ്. നാം സാധാരണ പറയുന്ന ഇസ്ലാമിയത്ത് ഷർത്താണ് ബറക്കത്തിന്. നിഅമത്തിന് ഇസ്ലാമിയത്ത് ഷർത്തില്ല. ഏതൊരാൾക്കും അല്ലാഹു തആല വാരിക്കോരി കൊടുക്കും. നിഅമത്ത്, ദുനിയാവ്, അധികാരം, പണം, പത്രാസ്, സ്വർണം, വെള്ളി, ഏവർക്കും. സൂറത്ത് യൂനുസിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദുആ പറഞ്ഞിട്ടുണ്ടല്ലോ, റബ്ബന ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ. അല്ലാഹുവേ, ഫിർഔന്, അല്ലാഹു അക്ബർ,
ഫിറൗന് നീയല്ലേ നൽകിയത് ഈ സമ്പത്ത് മുഴുവനും. അപ്പൊ ഫിറൗന് പറഞ്ഞു നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. ഖുർആൻ റബ്ബന അല്ലാഹുവേ ആതൈത നീ നൽകി ഫിറൗനും വമലഅഹു അവന്റെ മൗലാനമാർക്കും ഫിറൗന്റെ മൗലാനമാർക്കും നീയല്ലേ നൽകിയത് സീനത്തൻ ഈ ജീവിതത്തിന്റെ സുഖങ്ങളെയും സന്തോഷങ്ങളെയും വാംവാനം ഫിൽ ഹയാത്തി ദുനിയ ഈ ഭൗതിക ജീവിതത്തിൽ സമ്പത്തിന്റെ കെട്ട് നൽകുകയല്ലേ നീ അവർക്ക് ചെയ്തത്. റബ്ബന ലിയുദില്ലു അൻ സബീലിക് അല്ലാഹുവേ ആ പണവും അധികാരവും ഉപയോഗിച്ചിട്ടല്ലേ ഈ ജനങ്ങളെ മുഴുവനും ശിർക്കിലും കുഫറിലും എത്തിക്കുന്നത്. ഇവൻ ഈ മൗലാനമാരും ഈ ശൈഖന്മാരെല്ലാം കൂടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടല്ലേ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബന തുമിസ് അലാ ഖുലൂബിഹിം അലാ അംവാലിഹിം വസ്ദുദ് അലാ ഖുലൂബിഹിം റബ്ബന തുമിസ് അലാ അംവാലിഹിം ഇവന്റെ സമ്പത്തിന് നീ ഒരു കടിഞ്ഞാണിട അല്ലാഹുവേ. അല്ലാഹുവിനോട് ബഹുമാനപ്പെട്ട മൂസ നബി ദുആ ചെയ്ത ദുആ സൂറത്ത് യൂനുസിൽ അല്ലാഹു എടുത്തു പറഞ്ഞത് ഇവന്റെ സമ്പത്തിന് ഒരു കടിഞ്ഞാണിട അല്ലാഹുവേ. വസ്ദുദ് അലാ ഖുലൂബിഹിം ഇവന്റെ ഹൃദയത്തിന് നീ ഒരു പൂട്ടിട അല്ലാഹുവേ. ഫലാ യുമിനു ഹത്താ യറവുൽ അദാബൽ അലീം കടുത്ത ശിക്ഷ നടപ്പിലാക്കാണ്ട് ഇവൻ ആരും നിന്നെ അംഗീകരിക്കൂല. അതുകൊണ്ട് ഇവൻ ആരും വിടാൻ പാടില്ല. അല്ലാഹു മൂസ നബി ദുആ ചെയ്തത് ആദർശത്തോടാണ് കൂടുതൽ താല്പര്യം. ആദർശത്തോട്, അസ്ബാബിനോടല്ല. അസ്ബാബ് അമ്മ, ആദർശം ഖാസ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിഅമത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ബറക്കത്ത് അങ്ങനെയല്ല. 1,00,000 ഉറുപ്പ്യ ഒരുത്തന്റെ കീശിനുണ്ട്. 1,00,000 ഉറുപ്പ്യ അത് ചെലവാകുന്നതിൽ അടുത്തന്നെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുപോകുന്നുണ്ട്. അല്ലാഹു തആല അതിൽ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. വേറൊരുത്തന്റെ കയ്യിൽ 1,00,000 ഉറുപ്പ്യ ഉണ്ട്. ഒരു ദിവസം കാക്ക ആണി അറച്ചു, പഴുത്തു, ആശുപത്രിയിൽ പോയി, അറുന്ന് പഴുപ്പ് പോയി, ഓപ്പറേഷൻ ചെയ്തു, പിന്നെയും അങ്ങോട്ട് പോയി. 2 ദിവസം കൊണ്ട് 1,00,000 ഖലാസ്. നിഅമത്തൊക്കെ, പക്ഷെ ബറക്കത്ത് ഉയർത്തിയാൽ 1,00,000 കൊണ്ട് ഒരു കാര്യമില്ല കൂട്ടരെ. ബറക്കത്ത് അല്ലാഹു ഉയർത്തിക്കളഞ്ഞാൽ 1,00,000 കൊണ്ട് ഫലമ്മാ നസൂ മാ ദുഖിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ദുനിയാവ് കിട്ടാനുള്ള വഴി എന്താണ്? അല്ലാഹനെ ധിക്കരിച്ച് ജീവിക്കുക. ദുനിയാവ് വാരിക്കോരി കിട്ടാനുള്ള വഴി എന്താണ്? അല്ലാഹനെ ധിക്കരിച്ച് ജീവിക്കുക. ഖുർആൻ ഫലമ്മാ നസൂ അവർ മറന്നപ്പോൾ മാ ദുഖിറൂ ബിഹി അവരെ ഓർമ്മപ്പെടുത്തിയ, അവരോട് പറഞ്ഞു കൊടുത്ത വിഷയങ്ങളൊക്കെ അവർ മറന്നു. അല്ലാഹുവിനെ, അല്ലാഹുവിന്റെ റസൂലിനെ അവർ മറന്നു. ആഖിറത്തെ അവർ മറന്നു. ആ രീതിയിൽ അവർ തോന്നിവാസികളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തആല ചെയ്തെന്തെന്നറിയോ? ഫതഹ്നാ അലൈഹിം അവർക്ക് അല്ലാഹു തുറന്നു കൊടുത്തു, അവർക്ക് നാം തുറന്നു കൊടുത്തു അബ്വാബ കുല്ലി ഷൈ. എന്താ അർത്ഥം? ഈ മുസ്ലിയാക്കന്മാരോട് ചോദിക്കണം, എന്താ അർത്ഥം? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ സകല വസ്തുക്കളുടെയും കവാടം അവർക്ക് മുമ്പിൽ തുറന്നു വെച്ചു കൊടുത്തു. സ്വർണത്തിന്റെ കവാടം, വെള്ളിയുടെ കവാടം, എണ്ണയുടെ കവാടം, അധികാരത്തിന്റെ കവാടം, ഖജനാവിന്റെ കവാടം. അബ്വാബ കുല്ലി ഷൈ തൊട്ടെല്ലാം പൊന്നിന്ന് കേട്ടിട്ടില്ലേ? എന്ന കാര്യം എത്രത്തോളം എത്രത്തോളം അവരെ സമ്പന്നരാക്കി എന്നറിയോ? അള്ളാനെ പറഞ്ഞ് ജീവിച്ചപ്പോൾ, അള്ളാനെ വിട്ടിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ എത്രത്തോളം സമ്പന്നരായി എന്നറിയോ? അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്പത്ത് ഉപയോഗിച്ച് പരമാവധി സുഖിക്കുന്നത് വരെയും അവർക്ക് നാം കൊടുത്തു. ഫരിഹു സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയവർ, കുടിച്ചിട്ടും പിടിച്ചിട്ടും ജീവിക്കാൻ തുടങ്ങിയവർ, അഹങ്കരിച്ചിട്ടും മതോന്മത്താൻ ജീവിക്കാൻ തുടങ്ങിയവർ, കൊന്നിട്ടും കൊല്ലിച്ചിട്ടും ജീവിക്കാൻ തുടങ്ങിയവർ, അങ്ങനെ അധികാരവും പണം ഉപയോഗിച്ച് അതിന്റെ മുകൾ തട്ടിലെത്തിയ അപ്പോഴായിരിക്കും നാം അവരൊരു പിടുത്തം പിടിക്കുക. മീൻസ് പെട്ടെന്ന്. അപ്പോഴായിരിക്കും നാം അവരൊരു പിടുത്തം പിടിക്കുക. ഫൈദാഹും മുബിലിസൂൻ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നതാണ്. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ പറ്റി പറഞ്ഞു തന്നിരിക്കുന്നത്? അല്ലേ? ഇതല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണെന്നോ വിചാരിച്ചിരിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നാം കൈകാര്യം ചെയ്തിരിക്കണം.
അസ്ബാബുകളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യനെ ആദർശം നോക്കാതെ മനുഷ്യനെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ടത് മുഴുവനും ചെയ്യണം. അതാണ് നമ്മുടെ ദുരന്തത്തിന്റെ പിറകിൽ നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ആദർശത്തിന്റെ ഭാഗമാണ്. ആദർശത്തിന്റെ ഭാഗം ഇവിടുത്തെ ശീലി മൊല്ലമാര് നാക്കടക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഭയാനകമായ ബുദ്ധിമുട്ടിനിയും വരാനിരിക്കുന്നു. നമ്മുടെ വാക്കല്ല, അള്ളാഹുവിന്റെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ നിർത്തിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തകാദുസ് സമാവാതു യതഫത്തർന മിൻ, ദാ ആകാശം പൊട്ടിപ്പൊളിയാൻ പോകുകയാണ് കേട്ടോ, സൂക്ഷിച്ചോ. വതൻശഖുൽ അർദു, ഭൂമി വിണ്ട് കീറാൻ പോവുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞ് തകരാൻ പോവുകയാണ്. ഖുർആനല്ലേ അത്? നോവലാ? ഏതോ കവി അവന്റെ കാവ്യഭാവന എഴുതി വെച്ചതാണോ? എന്താ കാര്യം? റഹ്മാനി വലദ, അള്ളാഹ്ക്ക് മകനുണ്ടല്ലേ? റഹ്മാനായ അല്ലാഹു തആലക്ക് മകനുണ്ടെന്നാണ് നിങ്ങൾ വാദിക്കുന്നതല്ലേ? വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അള്ളാഹ്ക്ക് മകന്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ആരോപണം പറയുകയാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഭൂമിയെയും കടലിനെയും കരയെയും വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല ദേഷ്യം തീർക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ അല്ലാഹു തആലക്ക് മകനുണ്ട്, മക്കളുണ്ട് എന്ന വാദത്തിന് ഇത്രയും കടുത്ത മുന്നറിയിപ്പാണ് അള്ളാഹു നൽകിയതെങ്കിൽ അള്ളാഹ്ക്ക് പകരക്കാരുണ്ട്, മുദബ്ബിർ വേറെയുണ്ട് എന്ന് പറയുന്ന കപട രാക്ഷസന്മാരെക്കാൾ വലിയ അപകടകാരികൾ ആരാണ്? അവരാണ് ഈ ദുരന്തത്തിന് മുഴുവനും കാരണക്കാർ. ആദർശപരമായ കാരണക്കാർ ശീഈ മൊല്ലമാരാണ്. അവരെ നാക്കടക്കിയിട്ടില്ലെങ്കിൽ ഇനിയും കടുത്ത നോവുകൾ ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ബഹുജനം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ശീഈ പുരോഹിതന്മാരുടെ നാക്കടക്കാനാണ്. അള്ളാഹുവിന് നിദ്ദൻ പകരക്കാർ, അള്ളാഹുവിന് ശരീക്കൻ പാർട്ട്ണർമാർ, അള്ളാഹുവിന് ലഹീർ സഹായികൾ, അള്ളാഹുവിന് ഷഫീ ശുപാർശകർ, അള്ളാഹുവിന് വസീൽ ഇടയാളുകൾ, ഇത് മുഴുവനും അള്ളാഹുവിനെ കടുകടുത്ത ദേഷ്യത്തിന്റെ കാരണമാക്കി തീർക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ ശീഈ മൊല്ലന്മാർ നാക്കടക്കുകയും ദാഴികൾ വളരെ സുന്ദരമായി ദഅവത്തിന്റെ വഴിയിൽ, തൗഹീദി ദഅവത്തിന്റെ വഴിയിൽ സജീവമാകുകയും ചെയ്യുക. ഇല്ലെങ്കിൽ രണ്ടുപേരും ഈ സമൂഹത്തിന്റെ ദുരന്തത്തിന് കാരണക്കാരായിരിക്കും. ഒന്ന്, നാം അതുകൊണ്ടാണ് പറയുന്നത്, നാം പറയുന്ന വാക്കുകൾ സലഫികൾക്ക് തർബിയത്തും ഷിയാക്കൾക്ക് ദഅവത്തുമാണ് എന്ന് നാം പറയുന്നത് കൊണ്ടാണ്. സലഫികളുടെ ഉത്തരവാദിത്തം മറന്ന് കളിക്കണ്ട. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കുക, ഇത് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ്. ഇതിന്റെ തുടക്കം വദ്കുറു ഇത് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ് യഖാഫൂന അൻ യതഖത്തഫകും നാസ്. അല്ലാഹു തആല സലഫികളോട് പറയുന്നത്, ഈമാന്റെ അഹ്ലുകാരോട്, നിങ്ങൾ വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിരിക്കുന്ന ആ കാലഘട്ടത്തെ നിങ്ങളൊന്ന് ആലോചിച്ചോളണം, ചിന്തിച്ചോളണം. നിങ്ങളൊന്നും ആയിരുന്നില്ല. ഇത് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്കൊരു കഴിവും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിങ്ങൾ ബലഹീനന്മാരായിരുന്നു. നിങ്ങൾ മരിച്ചാൽ മയ്യത്തടക്കാൻ കബറിസ്ഥാനില്ല, നിങ്ങളെ പെൺകുട്ടികളെ കെട്ടാൻ ആളില്ല, നിങ്ങൾ ആൺകുട്ടിയൊക്കെ പെണ്ണു കൊടുക്കാൻ ആളില്ല, നിങ്ങൾക്കൊരു കാപ്പി പോലും ഒരു ചായ പോലും പബ്ലിക്ക് കുടിക്കാൻ പറ്റില്ല. നിങ്ങൾ സെൽഫികളായതിൻ്റെ പേര് എല്ലാം തകർന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ പേടിച്ചു. തഖാഫൂന യതഖത്തഫകും നാസ്, മഹല്ല് ജമാഅത്ത് പുറത്താക്കി നമ്മളെ കൊന്നുകളഞ്ഞേക്കുമെന്ന് പോലും നിങ്ങൾ പേടിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. അതേ സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ അല്ലാഹു തആല അടുപ്പിച്ചു. നിങ്ങൾ തൗഹീദ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അല്ലാഹു തആല കൂട്ടി അടുപ്പിച്ചു. വഅയ്യദക്കും, നിങ്ങൾ അല്ലാഹു ശക്തിപ്പെടുത്തി. ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട്. ഇത് നിങ്ങൾക്കൊന്നും വിഷമമില്ല. നിങ്ങൾക്ക് പള്ളികളുണ്ട്, ഖബർസ്ഥാനുണ്ട്. നിങ്ങളെ പെൺകുട്ടികളെ കെട്ടാനായി ഇന്ന് ക്യൂ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളെ ആൺകുട്ടികളെ പുതിയാപ്പിളയൊക്കെ എടുക്കാൻ നാളെ ക്യൂ നിൽക്കുന്നത്. കഴിഞ്ഞുപോയ കാലം നിങ്ങൾ മറക്കണ്ട. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഇത് സലഫികളോട് അല്ലാഹു തആല പറയുന്നത്. ഷിയാക്കളോട് പറയുന്നത് മറ്റേത്, സൂക്ഷിച്ചോ, നിങ്ങളെ കൈകാര്യം ചെയ്തു തരാൻ. സലഫികളോട് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം, നിങ്ങൾ ശുക്രുള്ളവരാകാൻ വേണ്ടി. അപ്പൊ സലഫികളുടെ ശുക്രും ഷിയാക്കളുടെ തൗബയും, ഇതാണ് നാട്ടിൻ്റെ രക്ഷ, നാട്ടിൻ്റെ സുരക്ഷക്കതാണ് ആവശ്യം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇൽമിൽ ഒരുപാട് ബർക്കത്ത് അല്ലാഹു നസീബാക്കട്ടെ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് അള്ളാഹു വലിയ തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, അടുത്ത വെള്ളിയാഴ്ചയും കൂടെ നമ്മളെ മദീനക്കാരുണ്ടാവുള്ളൂ, അതിനപ്പുറത്തെ വെള്ളിയാഴ്ച ഉണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് മദീനക്കാർക്ക് നമുക്ക് നല്ലൊരു ചോറുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ
ഒരു സ്വീകരണം യാത്ര അപ്പം എന്തിനു പറയാം ഒരു പോവുകയാണ്. ഇന്നാമും ഇവാറും പത്തുദ്ദീനൊക്കെ മദീനത്തേക്ക് പോക്കായി ലീവ് കഴിഞ്ഞിട്ട്. അടുത്ത വെള്ളിയാഴ്ച കൂട്ടി മാത്രമേ അവരുണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് നമ്മളെ പിന്നെ ഇവരോട് പറഞ്ഞേക്കണം, ഈ മദീനക്കാരടക്കമുള്ളവരോട് ഞാൻ വെള്ളിയാഴ്ച വേറെ പ്രോഗ്രാം ഒന്നും ഏറ്റെടുത്തേക്ക് ഇരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സലാഹുദ്ദീനോട് പോയി അല്ലാഹുക്കറിയാം. അല്ലാഹു തആല ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.